കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവം വളരെ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കർത്തൃദാസൻ. ഞാൻ ഖത്തറിലായിരിക്കുമ്പോൾ പ്രിയ ഈ കൂട്ടായ്മ കോർഡിനേറ്റ് ചെയ്യുന്ന ലിനു ബ്രദറും എന്നെയും ഞങ്ങളും തമ്മിൽ ലിങ്ക് ചെയ്യാനായിട്ട് കാരണമായത് പ്രിയ കർത്തൃദാസനാണ്. നമ്മൾ ഈ കൂട്ടായ്മ തുടങ്ങിയപ്പോൾ ഇതിന് ഒരേ ഒരു ഉദ്ദേശ്യം മാത്രമേ ഉള്ളൂ. കാരണം ഈ നാളുകളിൽ അനേക ഡോക്ട്രിൻസ്, വചനത്തിന്റെ പല തെറ്റായ വ്യാഖ്യാനങ്ങൾ, ഉപദേശ പിശകുകൾ ഒക്കെ നമ്മൾ ഇഷ്ടംപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും നേരിട്ടൊക്കെ കേൾക്കുന്നു. അതിൻ്റെ ഇടയിൽ കൃത്യമായ വചനം, പഥ്യവചനം, മായമില്ലാത്ത വചനം, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം എന്താണ് കൃത്യമായി നമുക്ക് എഴുതി തന്നിട്ടുള്ള ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കറിയാവുന്നവരോട്, നമ്മളെ അടുത്തുള്ളവരോടൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന നിലയിൽ അറിയിക്കുക, ഈ ഒരു ഉദ്ദേശത്തോട് മാത്രമാണ് നമ്മൾ ഈ കൂട്ടായ്മ തുടങ്ങി. അതുകൊണ്ട് നമ്മൾ ആ നിലയിൽ ദൈവവചനത്തോട് നീതി പുലർത്തുന്ന കർത്തൃദാസന്മാരെ നമ്മൾ കൂട്ടായ്മയിൽ വിളിക്കും. വളരെയധികം ദൈവവചനത്തെ സ്നേഹിക്കുകയും ദൈവവചനത്തിന് വേണ്ടി ജീവിക്കുകയും ദൈവവചനത്തിനായി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു കർത്തൃദാസനാണ് പ്രിയ ബ്ലെസൻ പാസ്റ്റർ. ആ പ്രിയപ്പെട്ട കർത്തൃദാസനെ, കുടുംബത്തെ നമുക്ക് ഓർക്കാം. പ്രാർത്ഥനയോടെ നിങ്ങളുടെ ബാൻഡ് വിഡ്ത്ത് അനുവദിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആ വീഡിയോ ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ അത് പ്രിയപ്പെട്ടവനും വളരെ ഉത്സാഹമായിരിക്കും, സന്തോഷത്തോടെ നിങ്ങളെ കണ്ടുകൊണ്ട് സംസാരിക്കുവാനായിട്ട്. അതുകൊണ്ട് ഈ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളുടെ നാമത്തിൽ കർത്തൃദാസനെ warm welcome to our meeting. Over to you, Pastor. Over to you. Thank you, Pastor. നമുക്ക് ഏകദേശം ഒരു 1 hour 55 to 1 hour minutes ഉണ്ട്. താങ്ക് യു. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ അടിയനും കടന്നു വരുവാൻ സ്വർഗത്തിൻ്റെ ദൈവം അവിടുന്ന് ഇടയാക്കി തന്ന ഇന്നെല്ലാ അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയ ബൈജു ബ്രദർ, എൻ്റെ സ്നേഹിതൻ ബ്രദർ ലിനുവും കുടുംബം, ഈ മീറ്റിങ്ങിൽ കടന്നു വന്ന മറ്റ് ദൈവമക്കളെ എല്ലാവരും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1 തൊട്ട് 13 വരെയുള്ള വാക്യത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. ഐശയ്യാ ചാപ്റ്റർ 6 വേഴ്സസ് 1 to 13. നമുക്ക് എല്ലാ വാക്യങ്ങളും വായിക്കാൻ സമയമില്ലല്ലോ, എന്നാലും ചില വാക്യങ്ങളൊന്ന് വായിച്ചാരെങ്കിലും ഒന്ന് സഹായിക്കണം. അതിൽ 3-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം, 6, 7 വാക്യം പ്രാരംഭമായൊന്ന് വായിക്കാം. 3, 5, 6, 7. ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതിരങ്ങൾ ഉള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. 6-7. അപ്പോൾ സാറാഫുകൾ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് പൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അത് എന്റെ വായ്ക്കു തൊടുവിച്ചു. ഇത് നിന്റെ അതിരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് പിന്നെ 8 തൊട്ടുള്ള വാക്യങ്ങൾ അവിടത്തോട് അടുക്കുമ്പോൾ നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വളരെ ഞാനത് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം സുവിശേഷങ്ങളാണ്. ഞാൻ സുവിശേഷങ്ങൾ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ കാണുന്ന ഒരു കാര്യം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് വളരെ കോട്ട് ചെയ്ത്
സുവിശേഷ ഓത്തേഴ്സ് അത് എഴുതുന്നതായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ സ്വയമേ എനിക്ക് വേണ്ടി ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ദൈവസഭയ്ക്കും വേണ്ടി തിരുവചനം അങ്ങനെ പഠിക്കുവാനൊക്കെ ഇടയായി. അങ്ങനെ വന്നിരിക്കുന്ന സമയത്താണ് 6-ാം അധ്യായത്തിലേക്ക് എൻ്റെ ശ്രദ്ധ വരുവാനും അത് കർത്താവ് എന്നോട് സംസാരിക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രികാലം ഈ തിരുവചന ശുശ്രൂഷ നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ പ്രാർത്ഥിക്കുന്നു, പ്രത്യാശിക്കുന്നു. ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് തന്നതിന് ശേഷം നമുക്ക് ഈ അധ്യായത്തിലേക്ക് അവസാനം നമുക്ക് വരണം. വളരെ ഒരു പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പ്രവചനം യെശയ്യാവ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം, 3 രാജാക്കന്മാർ ഒറ്റ സിംഗിൾ നേഷനെ ഭരിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്തിന് ശേഷം ഇത് രണ്ടായിട്ട്, നോർത്തേൺ സൗത്തേൺ ആയിട്ട് രണ്ടായിട്ട് അത് ഡിവൈഡായി എന്ന് നമുക്കറിയാം. അങ്ങനെ നോർത്തേൺ കിങ്ഡമായ 10 ഗോത്രങ്ങളുള്ള ഈ നോർത്തേൺ കിങ്ഡമിനെ അസീറിയക്കാർ വന്ന് ഇൻവേഡ് ചെയ്ത് അവരുടെ പാപം നിമിത്തം ശത്രുക്കളുടെ കയ്യിൽ കർത്താവ് അവരെ ഏൽപ്പിച്ച ഈ രംഗം കണ്ടുകൊണ്ടിരിക്കുന്ന യഹൂദ, ഇത് നിങ്ങൾ കണ്ടല്ലോ. അതുമാത്രമല്ല, ഇസ്രായേലിനെ മുഴുവനുമായി അവർ പ്രവാസികളായിട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ യഹൂദ കർത്താവിൻ്റെ കൃപയാൽ മാത്രം രക്ഷപ്പെട്ടെന്ന് പറയാം, അല്ലെങ്കിൽ ശത്രുവിൻ്റെ കരത്തിൽ അവരും പോയേനെ. ഒരവസരം കൂടെ കർത്താവ് അവർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ യഹൂദയോട് പറയുന്നത്, നിങ്ങളുടെ സഹോദരന്മാരിങ്ങനെ പോയത് കണ്ടില്ലേ? പാപം കാരണം ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ആ കരം നിങ്ങൾ കണ്ടില്ലേ? അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം. അപ്പോൾ മാനസാന്തരത്തിൻ്റെ ദൂത് വളരെ പ്രതിസന്ധി നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ യെശയ്യാ പ്രവാചകൻ കൂടെ ദൂത് പറയുകയാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചും നിങ്ങളിൽ കൂടെ ലോകത്തിനെ കുറിച്ച് വളരെ ഗ്രേറ്റ് പ്ലാൻ ഉണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഒരു ദൈവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത്: നിങ്ങളുടെ ബൈബിൾ ആരെങ്കിലും വലിച്ചു കീറി ദൂരത്ത് കളഞ്ഞാൽ അതിൽ യെശയ്യാ പ്രവാചകന്റെ മാത്രം പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ യു ഹാവ് ദി എൻറ്റയർ ബൈബിൾ വിത്ത് യു. മുഴുവൻ ബൈബിൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന്. കാരണം ന്യൂ ടെസ്റ്റ്മെന്റ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇതുപോലെ റിവീലായിരിക്കുന്ന വേറൊരു പുസ്തകം പഴയ നിയമത്തിലില്ല. അപ്പം ഈ ഒരു ദൂത്, അതായത് ഇപ്പോൾ യെശയ്യാവിൻ്റെ സമകാലിക പ്രവാചകന്മാരാണ് മീക്ക, ഓഷിയ, ആമോസ്. ഇവരെല്ലാം ദൂത് പറയുന്നത് ഇത് തന്നെയാണ്. പ്രവാചകന്റെ ജോലി അതാണ്, മാനസാന്തരപ്പെടുക. ന്യായവിധി എന്ന് പറഞ്ഞാൽ ഗോഡ് ഇസ് ഗോയിങ് ടു ബ്രിങ് ദി ഓർഡർ. ദൈവം അത് ക്രമത്തിലേക്ക് തൻ്റെ കാര്യങ്ങളെ കൊണ്ടുവരും. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം. ഭാവിയെക്കുറിച്ച് പറയുന്നുണ്ട്. മാനസാന്തരപ്പെട്ടു കഴിഞ്ഞു വന്നാൽ യു വിൽ റിസീവ് ദ ബ്ലെസ്സിങ്സ് ഓഫ് ദ ലോർഡ്. ഭാവിയെക്കുറിച്ച് മാത്രം പറയുവാനല്ല പ്രവാചകനെ വെച്ചിരിക്കുന്നത്. പ്രവാചകന്റെ ദൗത്യം ഫോർത്ത് ടെല്ലിംഗ്, ഇപ്പോഴുള്ള അവസ്ഥയെ ചൂണ്ടിക്കാണിച്ച് മാനസാന്തരപ്പെടേണ്ടതാണെങ്കിൽ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു വന്ന് ദൈവം വാഗ്ദത്തം ചെയ്ത ആ ആത്മീക അനുഗ്രഹങ്ങളെ പ്രാപിക്കുക. മാനസാന്തരപ്പെടാഞ്ഞാൽ ന്യായവിധി വരും എന്ന് പ്രവാചകന്മാർ പറയും. പ്രത്യേകിച്ച് 2 പ്രധാനപ്പെട്ട ദൂതാണ് ഈ പ്രവാചകന്മാരുടെ പുസ്തകം എല്ലാം നമ്മൾ ക്രോഡീകരിച്ച് പറഞ്ഞ 2 പ്രധാനപ്പെട്ട ദൂതാണ്: ജഡ്ജ്മെൻറ്റ് ആൻഡ് ഹോപ്പ്. ദർ ഇസ് ജഡ്ജ്മെൻറ്റ്, ബട്ട് ഇഫ് യു റിപ്പന്റ് ദർ ഇസ് ഹോപ്പ്. അപ്പം ആ ഒരു കാര്യമാണ് നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. യെശയ്യാവിനെ പ്രവാചകന്മാരുടെ രാജകുമാരൻ എന്നത് പ്രിൻസ് ഓഫ് ദി പ്രോഫറ്റ് എന്ന് വിളിക്കാറുണ്ട്. അതിന് രാജാക്കന്മാരോടുള്ള ബന്ധം കാരണമായിരിക്കാം. എന്നാൽ അതിനേക്കാൾ അധികം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ നിയമത്തിൻ്റെ അല്ലെങ്കിൽ ബിബ്ലിക്കൽ തിയോളജിയുടെ ഒരു ട്രഷർ ഹണ്ടാണ്, അല്ലെങ്കിൽ ട്രഷർ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഒരു പുസ്തകമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. ദൈവശാസ്ത്രത്തിൻ്റെ മുഴുവനുമായിരിക്കുന്ന ദ എൻറ്റയർ കമ്പോണ്ടിയം ഓഫ് ദ ബിബ്ലിക്കൽ തിയോളജി. അപ്പോൾ നമുക്ക് ഈ 6-ാം അധ്യായത്തിലേക്ക് വരണമെങ്കിൽ ആദ്യത്തെ 5 അധ്യായങ്ങളെ നമുക്കൊന്ന് ഓടിച്ചു നോക്കേണ്ടതായിട്ടുണ്ട്. അതിൽ നമുക്ക് വിശദീകരിച്ച് പോകാൻ നമ്മുടെ മുമ്പിൽ സമയം ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ ആദ്യത്തെ 5 അധ്യായങ്ങളെ വളരെ സൂക്ഷ്മമായി പഠിച്ചെങ്കിൽ മാത്രമേ ഈ 6-ാം അധ്യായത്തിൻ്റെ
എന്താണ് സന്ദേശമെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പലപ്പോഴും പലരും ധരിച്ചിരിക്കുന്നത് ആദ്യത്തെ 5 അധ്യായങ്ങൾ യെശയ്യാവ് ശുശ്രൂഷയിൽ വരുന്നതിന് മുൻപേ ഉള്ള അധ്യായങ്ങളാണ്. ശുശ്രൂഷയിൽ വന്നതിന് ശേഷം, അല്ലെങ്കിൽ തന്നെ കർത്താവ് വിളിച്ചതിന് ശേഷം അധ്യായങ്ങളാണ് 6-ാം അധ്യായം തൊട്ട്. പക്ഷേ നമ്മളത് ആദ്യത്തെ 5 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ക്രോണോളജിക്കൽ ഓർഡറിലല്ല സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതൊരു പ്രത്യേക പർപ്പസ്, അല്ലെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ 66 പുസ്തകത്തിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ആദ്യത്തെ 5 അധ്യായങ്ങൾ. ആദ്യത്തെ 5 അധ്യായം നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കിയാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ ആശയം നമുക്ക് ഏകദേശം പിടികിട്ടും. അപ്പോൾ ആദ്യത്തെ 5 അധ്യായങ്ങൾ ഇറ്റ്സ് എൻ ഇൻട്രൊഡക്ഷൻ. പലപ്പോഴും പലരും പ്രസംഗിക്കുന്ന കണ്ടിട്ട് 5-ാം അധ്യായത്തിൽ അയ്യോ നിങ്ങൾക്ക് കഷ്ടം, അയ്യോ നിങ്ങൾക്ക് കഷ്ടം എന്നൊക്കെ യെശയ്യാ പ്രവചന പറഞ്ഞതിന് ശേഷം 6-ാം അധ്യായത്തിൽ പറയുകയാണ് അയ്യോ എനിക്ക് കഷ്ടമെന്ന്. അങ്ങനല്ല പ്രിയരെ ഈ 5 അധ്യായങ്ങളെ കാണേണ്ടത്. അത് നമ്മൾക്ക് ഈ 5 അധ്യായങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും. ഈ 5 അധ്യായങ്ങളെ നമ്മളൊന്ന് ക്രോഡീകരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട മെസ്സേജ് ഈ 5 അധ്യായങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ദൈവത്തിന് ഇസ്രായേലിനെ കുറിച്ചും ഇസ്രായേലിൽ കൂടെ ലോകത്തിനെ കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവമക്കളെക്കുറിച്ചും ദൈവമക്കളിൽ കൂടെ ലോകത്തെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലാൻ. എന്നാൽ ആ പദ്ധതിയിലേക്ക് തടസ്സമായിരിക്കുന്ന ഇസ്രായേലിൻ്റെ പ്രോബ്ലവും രണ്ടാമത്തെ വിഷയമായിട്ട് നമുക്ക് ഈ 5 അധ്യായങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ ഒന്ന്, ഗോഡ് ഹാസ് എ ഗ്രേറ്റ് ഗ്രാൻഡ് പ്ലാൻ, ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. 2, ആ പദ്ധതിക്ക് തടസ്സമായിരിക്കുന്ന ഇസ്രായേലിൻ്റെ പാപം, ദ പ്രോബ്ലം ഓഫ് സിൻ. അത് ഇസ്രായേലിൻ്റെ മാത്രമല്ല, ഇറ്റ്സ് എ യൂണിവേഴ്സൽ പ്രോബ്ലം. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പ്ലാൻ, ഈ പാപം, ഈ പ്ലാൻ എങ്ങനെ കർത്താവ് പൂർത്തീകരിക്കും? ഹൗ ഹി വിൽ ബ്രിങ് ഇറ്റ് ഇൻ ടു കംപ്ലീഷൻ, ഹൗ ഹി വിൽ ബ്രിങ് ഇൻ ടു പെർഫെക്ഷൻ, എങ്ങനെ അതിലേക്ക് കൊണ്ടുവരും? അതിൻ്റെ സൊല്യൂഷനാണ് 6-ാം അധ്യായം. അതിൻ്റെ സൊല്യൂഷനാണ് 6-ാം അധ്യായം. ഹൗ ഗോഡ് ഈസ് ഗോയിങ് ടു ഡു ദാറ്റ്, കർത്താവ് എങ്ങനെയാണ് ഇത് കൊണ്ടുവരാൻ പോകുന്നത്? അപ്പം നമുക്ക് ഈ ആദ്യത്തെ ദൈവത്തിൻ്റെ ആ പോസിറ്റീവായിരിക്കുന്ന ഡിസയർ, പർപ്പസ്, ഇസ്രായേലിനെ കുറിച്ചും ഇസ്രായേലിൽ കൂടെ ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ചില പോസിറ്റീവ് വാക്യങ്ങളൊന്ന് നോക്കിക്കേ. 2-ാം അധ്യായം അതിൻ്റെ 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത്. നമുക്ക് വാക്യങ്ങൾ വായിക്കാൻ സമയമില്ല. പക്ഷേ എന്നാലും നമ്മളൊന്ന് നോക്കിയാട്ടെ. അതിൻ്റെ 2-ാം വാക്യവും 3-ാം വാക്യം ഒന്ന് ഓടിച്ചു നോക്കിക്കേ. 2ഉം 3ഉം വാക്യം അവിടെ കാണാൻ കഴിയുന്നത്, ലോകത്തിലുള്ള ഏത് മലയെക്കാട്ടിലും ദ മൗണ്ടൻ ഓഫ് ദി ഹൗസ് ഓഫ് ദ ലോർഡ് വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ് ആസ് ദ ചീഫ് ഓഫ് ദ മൗണ്ടൻസ്. ഇവിടെ ഈ മൗണ്ടൻ എന്നൊക്കെ പറയുന്നത് ഇതൊരു മെറ്റഫോറാണ്, ദൈവരാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവരാജ്യം, ആ ദൈവരാജ്യത്തിൽ, എന്നിട്ട് അടുത്ത് നോക്കിക്കേ, ആൻഡ് ഓൾ ദ നേഷൻസ് വിൽ സ്ട്രീം ടു ഇറ്റ്. എല്ലാ ലോകത്തിലുള്ള സകല ജാതികളും ഈ ദൈവരാജ്യത്തിലേക്ക് വരുമെന്ന് പറയുകയാണ്. എന്നിട്ട് 3-ാമത്തെ വാക്യം നോക്കിക്കേ, ആൻഡ് മെനി പീപ്പിൾ വിൽ കം ആൻഡ് സേ, കം ലെറ്റ് us go to the mountain of the Lord, to the house of the God of Jacob, and then that he may teach us concerning his ways. തൻ്റെ വഴികളെ, തൻ്റെ വിധികളെ നമ്മളെ പഠിപ്പിക്കും. എന്നിട്ട് അടുത്ത് പറയുകയാണ്, so that we may walk in his path. താൻ കാണിച്ചു തരുന്ന വഴികളിൽ നാം നടക്കേണ്ടതിന് വേണ്ടി, ലെറ്റ്സ് ഗോ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്, ലെറ്റ്സ് ഗോ ടു ദ മൗണ്ടൻ ഓഫ് ദ ലോർഡ്. ഇത് ഇസ്രായേലിനെ കുറിച്ചും ലോകത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്, ടു ബ്രിങ് ദ പീപ്പിൾ ടുവേർഡ്സ് ഹിം. ഇനി 4-ന്റെ 4 നോക്കിയാട്ടെ. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുന്നു, നിങ്ങളത് മലയാളത്തിൽ വായിക്കണം. When the Lord has washed away the filth of the daughters of Zion and purged the bloodshed of Jerusalem from her midst by the spirit of judgment and by the spirit of burning. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, God is going to make his people holy. തൻ്റെ ജനത്തെ ശുദ്ധീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതൊരു പോസിറ്റീവ് കാര്യമല്ലേ? ദൈവം തൻ്റെ ജനത്തെ ശുദ്ധീകരിക്കാൻ പോവുകയാണ്. 1-ാം അധ്യായം അതിൻ്റെ 26-27 വാക്യം ഒന്ന് നോക്കിയാട്ടെ. 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട് 26-27 നോക്കിയേ. 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 21-ാമത്തെ വാക്യം.
വിശ്വസ്ത നഗരം വേശ്യയായി തീർന്നിരിക്കുന്നത് എങ്ങനെ? കണ്ടോ, വിശ്വസ്ത നഗരം വേശ്യയായി തീർന്നു. ഓക്കെ, ഇനി 26, 27 വാക്യം നോക്കിയാട്ടെ. ഞാൻ നിന്റെ ന്യായാധിപന്മാരെ ആദിയിൽ എന്ന പോലെ നിന്റെ ആലോചനക്കാരെ ആരംഭത്തിൽ എന്ന പോലെ ആക്കും. അതിന്റെ ശേഷം നീ നീതിപുരം എന്ന വിശ്വസ്ത നഗരം എന്നേക്കും വിളിക്കപ്പെടും. അപ്പൊ ഇപ്പൊ വിശ്വസ്ത നഗരമല്ല, ദൈവം വിശ്വസ്ത നഗരമാക്കും. ഇതൊരു പോസിറ്റീവ് കാര്യമല്ലേ? അപ്പൊ നമ്മൾ ഈ 3 വാക്യങ്ങൾ കണ്ടതിൽ ദൈവത്തിന്റെ നല്ല പർപ്പസസിനെ നമുക്ക് കാണുവാനിടയാത്തു. ഇനി ചില നെഗറ്റീവായിട്ടിരിക്കുന്ന ചില വാക്യങ്ങളൊന്നും നോക്കിയാട്ടെ. 2:24, 25 വാക്യം നോക്കിയേ. 24, 25 വാക്യം. കർത്താവ് എന്താ പറയുന്നത്? അതുകൊണ്ട് ഇസ്രായേലിന്റെ വല്ലഭനായ സൈന്യങ്ങളുടെ യഹോവ കർത്താവ് അരുളി ചെയ്യുന്നു, ഹാ, ഞാൻ എൻ്റെ വൈരികളോട്, ഈ വൈരികൾ എന്നൊക്കെ വിളിക്കുന്നത് ഇസ്രായേൽ മക്കളെയാ, വൈരികളോട് പകവീട്ടി എൻ്റെ ശത്രുക്കളോട് പ്രതികാരം നടത്തും. യോ, ദൈവമക്കളെ കുറിച്ച് പറയുകയാണോ? ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുക, എൻ്റെ വൈരികൾ എന്ന് പറയുക. അടുത്തത് 5-ാം അധ്യായം, അതിൻ്റെ 5 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാവുന്ന വാക്യമാണ് അല്ലേ? കർത്താവിൻ്റെ ആ മുന്തിരിത്തോട്ടത്തെ കർത്താവ് പറയുക 5-ാം വാക്യത്തിൽ, I am going to do to my vineyard, I will remove its edges and it will be consumed, I will break down its wall. അതിൻ്റെ മതിലുകളെ ഞാൻ ഇടിച്ചു കളയും, അതിൻ്റെ പ്രൊട്ടക്ഷൻ ആയിരിക്കുന്നതിനെല്ലാം ഞാൻ എടുത്തു കളയും, എന്നിട്ട് ഐ വിൽ ബേൺ ദാറ്റ്, അത് ഇല്ലാതായിത്തീരും. യു സി, അതൊരു 5-ാം അധ്യായം പിന്നെ ഒരു സീരീസ് തുടങ്ങി. അയ്യോ നിങ്ങൾക്ക് കഷ്ടം, അയ്യോ നിങ്ങൾക്ക് കഷ്ടം. ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തെ ഡിസ്പൈസ് ചെയ്യുന്ന, തള്ളിക്കളയുന്ന, നിരസിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് വളരെ ഒരു ഡാർക്കായിട്ടാണ്, വളരെ ഒരു നെഗറ്റീവായിട്ടാണ് 5-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. 2 കാര്യം നമ്മൾ കണ്ടു. ഒന്ന്, ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ. ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. പക്ഷേ ആ പദ്ധതി കർത്താവ് ചെയ്യണമെങ്കിൽ അതിന് തടസ്സമായിരിക്കുന്ന എന്തോ ഉള്ളത് കൊണ്ടല്ലേ ഈ നെഗറ്റീവായിരിക്കുന്ന ചില ദൂതുകൾ നമ്മളിവിടെ കണ്ടത്. ദൈവം ഒരു ന്യായവിധി കൊണ്ടുവരികയാണ്, ദൈവം ഒരു ഓർഡർ കൊണ്ടുവരികയാണ്, ദൈവം ശുദ്ധീകരിക്കാൻ പോവുകയാണ് എന്ന് പറയുക. അപ്പോൾ ഈ 2 കാര്യം നമ്മൾ കണ്ടു. നമ്പർ 1, there is a positive and there is a negative. അപ്പോൾ ഇതിന് എന്താണ് ഈ നെഗറ്റീവായിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇതിൻ്റെ വൈ ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്? ദൈവത്തിന് നല്ല പദ്ധതി ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് അങ്ങ് ചെയ്താൽ പോരെ? ദൈവം സർവശക്തനായിരിക്കും ദൈവമല്ലേ, സർവ്വവ്യാപിയായിരിക്കും ദൈവമല്ലേ, സർവാധികാരിയായിരിക്കും ദൈവമല്ലേ. അപ്പോൾ ദൈവത്തിന് തൻ്റെ പദ്ധതികൾ ചെയ്യണമെങ്കിൽ അതങ്ങ് ചെയ്തൂടെ? വൈ ദർ ഇസ് എൻ ഇൻട്രൻസസ്? അവിടെയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെയാണ് ഇസ്രായേലിൻ്റെ പ്രോബ്ലത്തെ ആദ്യത്തെ 5 അധ്യായങ്ങളിൽ യെശയ്യാവ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു നല്ല ഡോക്ടറും ഇതുപോലാണ് ചെയ്യുന്നത്. പേഷ്യൻ്റ് അടുത്ത് ചെല്ലുമ്പം പാനഡോൾ കൊടുത്ത് വിടുകയല്ല, ആദ്യം ടെസ്റ്റ് ചെയ്തിട്ട് എന്താ രോഗമെന്ന് പറയും. രോഗം പറഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ സൊല്യൂഷൻ ആ പേഷ്യൻ്റ് കണ്ടെത്തുകയുള്ളൂ. എന്നതുപോലെ ആസ് എ ഗുഡ് ഡോക്ടർ യെശയ്യാവ് ആദ്യം പ്രോബ്ലം പറയുകയാണ്. പ്രോബ്ലം പറഞ്ഞതിന് ശേഷമാണ് 6-ാം അധ്യായത്തിൽ അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് പറയുന്നത്. അപ്പം എന്ത് പ്രോബ്ലം നോക്കാം നമുക്ക്. ഈ നമ്മുടെ പല പെന്തക്കോസ്ത് സഭയിലുള്ള പ്രശ്നങ്ങൾ വളരെ വേദന ഉള്ള ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങൾക്ക് സ്നാനത്തിൻ്റെ ക്ലാസ് കൊടുക്കും, സുവിശേഷത്തിൽ കൂടെ അവരുടെ പ്രോബ്ലം പറയത്തില്ല. എന്നെ കഴിഞ്ഞൊരു 3-4 മാസം മുമ്പ് ഇവിടുത്തെ ഒരു വലിയൊരു ചർച്ച എന്നെ വിളിച്ചു കൊടുത്ത സെക്രട്ടറി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, വരുന്ന ഞായറാഴ്ച ദിവസം 7-8 കുഞ്ഞുങ്ങളുടെ സ്നാനമുണ്ട്. ഞാൻ പറഞ്ഞു, പ്രൈസ് ലോർഡ്, നല്ല കാര്യം. അപ്പം എന്നെ വിളിക്കുന്നത് ശനിയാഴ്ചയാണ്. ഞായറാഴ്ച എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഡേ. പാസ്റ്റർ ഇന്ന് ഫ്രീ ആണോ? ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? കുഞ്ഞുങ്ങൾക്ക് സ്നാനപ്പെട്ടതിന് ശേഷം എങ്ങനെ ജീവിക്കണമെന്നുള്ളൊരു ക്ലാസ് കൊടുക്കണം. ഞാൻ പറഞ്ഞത്, പാസ്റ്റർ കൊടുത്തു കാണുമായിരിക്കുമല്ലോ. അല്ല, പാസ്റ്റർ സ്നാനത്തിൻ്റെ ക്ലാസ് മാത്രമേ കൊടുത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, സുവിശേഷം പറഞ്ഞില്ലേ? അല്ല, സ്നാനത്തിൻ്റെ ക്ലാസ്സേ ഉള്ളൂ.
അപ്പം എനിക്ക് മനസ്സിലായൊരു വിഷയം, നമ്മൾ പലരും അസ്യൂം ചെയ്യുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം അറിയാമെന്ന്. അറിയത്തില്ല, അവർക്കിതറിയത്തില്ല. നമ്മൾ അസ്യൂം ചെയ്യുക. കാരണം എന്താ, അവർ നമ്മൾ പറയുന്ന പോലെ വെള്ള ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് വന്നു. വെള്ള ഷർട്ട് ഇടുന്നതിന് തെറ്റൊന്നുമില്ല കേട്ടോ, ഞാൻ ഇടുന്നുണ്ട്. വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്നു, ബൈബിളും പിടിച്ചുകൊണ്ട് വരുന്നു, ചർച്ചയിൽ വരുന്നു, പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഇവനിതെല്ലാം അറിയാം, പിന്നെ ഇനിയിപ്പോൾ സ്നാനത്തിന് ക്ലാസ്സും കൊടുത്താൽ മതി. അവൻ അറിയത്തില്ല കാര്യം. ഒരു നല്ല ഡോക്ടർ പോലെ വി ഹാവ് ടു ടെൽ അവർ ചിൽഡ്രൻ, വി ഹാവ് ടു ടെൽ ദ ബിലീവേഴ്സ് വാട്ട് ഈസ് ദ പ്രോബ്ലം വിത്ത് യു. എന്താണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയണം. പ്രോബ്ലം അഡ്രസ്സ് ചെയ്തെങ്കിൽ മാത്രമേ സൊല്യൂഷന് വേണ്ടി കൈനീട്ടത്തുള്ളൂ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരാൾ ഡോക്ടറെ അടുത്ത് ചെന്ന് വയർ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വീർത്തിരിക്കുക. ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി, മോനെ വയറ്റിനകത്ത് നിനക്ക് ക്യാൻസറാണ് എന്ന് പറഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യും? ഡോക്ടർ പറയും, നീ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് അത്യാവശ്യമായിട്ട് ഇവിടെ വരണം, അല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാം. ഇവൻ പറയോ, അയ്യോ സാറേ അങ്ങനെ വരാൻ പറ്റത്തില്ല, ഞാൻ ഫാമിലിയുമായിട്ട് ഒരു ട്രിപ്പ് 2 ദിവസം കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം എന്ന് പറയൂ? പറയത്തില്ല. കാരണം പ്രോബ്ലം മനസ്സിലായതിനു ശേഷം എല്ലാം മാറ്റിവെക്കും. ഇതുപോലെ ആത്മീകമായിരിക്കുന്ന പ്രോബ്ലം എന്താണെന്ന് കുഞ്ഞുങ്ങളോടും ജനത്തോടും പറഞ്ഞെങ്കിൽ മാത്രമേ ബാക്കി പ്രയോറിറ്റീസ് എല്ലാം നീക്കി വെച്ച് ഇതിൻ്റെ സൊല്യൂഷൻ എനിക്ക് വേണമെന്ന് നെടുമ്പാട് വീണ് ഒരാൾ പറയത്തുള്ളൂ. അതുകൊണ്ട് പ്രോബ്ലം അഡ്രസ്സ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പെന്തക്കോസ്ത് സഭയിൽ എത്ര പേര് ശരിക്കും രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്? ശരിക്കും സുവിശേഷം കേട്ട് പാപബോധമുള്ളിലുണ്ടായി, എൻ്റെ പ്രോബ്ലം ഇതാണ്, യേശുവിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ എന്ന് മനസ്സിലാക്കി സ്നാനപ്പെട്ടവർ എത്ര പേരുണ്ട്? അയ്യോ പാസ്റ്റർ, ഞാൻ ആ ഒരു ഇളക്കത്തിൽ ഞാനും അങ്ങ് മുങ്ങി, കുറേ പേര് കൈവോക്കി, ഞാനും അങ്ങ് മുങ്ങി, ഇനിയിപ്പോൾ എന്തോ ചെയ്യണ്ടേ? ശരിക്കും രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ പോയി അങ്ങ് പെടുക. ഈ വചനം കേട്ടിട്ട് എൻ്റെ പ്രോബ്ലം ഇതാണെന്ന് മനസ്സിലായെങ്കിൽ ഒന്നുകൂടെ പോയി അങ്ങ് പെടണം. കാരണം ആദ്യത്തേത് വാലിഡേറ്റ് അല്ല, കാരണം ശരിക്കും രക്ഷിക്കപ്പെടാതാ മുങ്ങിയത്. ചാകാത്തനെ പിടിച്ചു പോയി വെള്ളത്തിൽ കൊണ്ട് മുക്കിയത് കൊണ്ട് എന്താ കാര്യം? അവനെ നല്ല ഡ്രസ്സ് പിടിപ്പിച്ച് ചർച്ചിൽ കൊണ്ടിരുത്തും, കയ്യു പഠിപ്പിക്കും, എല്ലാം ഉണ്ട്, പക്ഷേ അകത്ത് ജീവനില്ല. എന്താ പ്രോബ്ലം? നോക്കിക്കേ പ്രോബ്ലം. ഈ പ്രോബ്ലം ഞാൻ പറയുമ്പോൾ വി ഷുഡ് നോട്ട് തിങ്ക്, ഇത് ഇസ്രായേലിൻ്റെ പ്രോബ്ലം, ഇത് ഇസ്രായേലിൻ്റെ. നോ, ഇറ്റ് ഈസ് മൈ പ്രോബ്ലം, ഇറ്റ് ഈസ് ആർ പ്രോബ്ലം, ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ പ്രോബ്ലം. നോക്കിക്കേ പ്രോബ്ലം നോക്കിക്കേ. 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിലേക്ക് ഒന്ന് വരാം. നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്. അതുമാത്രമല്ല പാട്ടൊക്കെ ഉണ്ടത്. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് എന്ത് ചെയ്യുന്നു? മത്സരിക്കുന്നു. ഇതൊരു കോർട്ട് റൂമാണ്. കോർട്ട് റൂമിൽ കർത്താവ് വിളിക്കുക, ജൂറീസിനെ വിളിക്കുക, സാക്ഷികളെ വിളിക്കുക, ആൾക്കാരെ വിളിക്കുക. എങ്കിൽ വാ, ആരെ വിളിക്കുന്നത് നോക്കിക്കുക? ആകാശത്തെയും ഭൂമിയും വിളിക്കുക. എന്തിനീ ആകാശത്തെയും ഭൂമിയും വിളിക്കുന്നത്? കാരണം അതുങ്ങൾ മാത്രമേ ഉള്ളൂ അനുസരണക്കേട് കാണിക്കാത്ത. ആകാശവും ആകാശത്തിൻ്റെ കീഴിലും ഭൂമിയിൽ താമസിക്കുന്ന സകല എണ്ണം മത്സരികളായിരിക്കുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് ഈ ദൈവത്തിൻ്റെ മക്കൾ മത്സരികളായിരിക്കുന്നത് കൊണ്ട് മത്സരിക്കാത്തവരെ വിളിക്കുക. ഇനി വാ, ഇതുങ്ങളെ നോക്ക്, ഞാൻ എൻ്റെ മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് മത്സരിക്കുന്നു. അവനടുത്ത് നോക്കിക്ക്, കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. കാളയും കഴുതയും വളരെ അനുസരണക്കേട് കാണിക്കുന്ന 2 ജീവികളാണ്. പക്ഷെ അവർക്കൊരു കാര്യം അറിയാം, അവരുടെ യജമാനനെ അറിയാം. They know their master. എൻ്റെ ജനമോ ഇസ്രായേൽ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. They don't know me. They don't know I am their master. അവർ മത്സരികളാണ്. ഈ അനുസരണക്കേടും മത്സരവും രണ്ടും വ്യത്യാസമാണ്. അനുസരണക്കേട് അത് ചിലപ്പോൾ ഇങ്ങനെ നടന്നൊക്കെ വഴിക്ക് തെറ്റിപ്പോയി, ഓക്കെ,
അനുസരണക്കേട് കാണിച്ചു. പക്ഷെ മത്സരം എന്ന് പറഞ്ഞാൽ ബോധപൂർവം ചെയ്യുന്ന ഒരു കാര്യമാണ്, വിൽഫുള്ളാണ്. ഇപ്പോൾ ഇവിടെ അനുസരണക്കേട് എന്നല്ല പറഞ്ഞത്, റിബല്യൻ എന്ന് പറഞ്ഞാൽ മനഃപൂർവമായി ഇവർ ചെയ്യുന്ന, ബോധപൂർവം ചെയ്യുന്ന കാര്യമാണ് എന്ന് ഇവിടെ കാണിക്കുകയാണ്. എന്നിട്ട് 4-ാമത്തെ വാക്യം അവരെക്കുറിച്ച് പറയുന്ന കാര്യം നോക്കിക്കേ. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തികളുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ. ആരെക്കുറിച്ചായി പറയുന്നത്? എന്നിട്ട് നോക്കിക്കേ, ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ചവർ. ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിക്കുക മാത്രമല്ല, 5-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൻ്റെ അവസാന വാക്ക് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, ഇസ്രായേലിന്റെ പരിശുദ്ധന്റെ വചനത്തെ നിരസിച്ചവർ. വചനത്തെ നിരസിച്ചു, ഇസ്രായേലിലെ പരിശുദ്ധനെയും നിരസിച്ചു. ദ ഹോളി വൺ ഓഫ് ഇസ്രായേൽ, പരിശുദ്ധനെ നിരസിച്ചത്. അപ്പൊ ഇങ്ങനെ ദൈവത്തെ നിരസിച്ച മത്സരികളായിരിക്കുന്ന, പാപം ഗർഭം ധരിച്ച് നടക്കുന്ന ഇവർക്ക് ഇതിന്റെ കോൺസിക്വൻസ് എന്താ? വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ദിസ്? അതിന്റെ റിസൾട്ട് നോക്കിക്കേ. 5-ഉം 6-ഉം വാക്യം ഒന്ന് ഓടിച്ചു നോക്കിക്കേ. ഒരാളിനെ 40 പേര് ചുറ്റിന് നിന്ന് അടിച്ച്, തല തൊട്ട് താഴെ വരെ അടിച്ച് അവനെ എന്താ പറയുന്നേ, പിന്നെ ഒന്നുമില്ല, പഴുപ്പ് മാത്രം ശരീരത്തിൽ വരുന്നതിൻ്റെ ഒരു ചിത്രമാണ്. ബീറ്റൻ അപ്പ്, അടി കൊണ്ട് തല തൊട്ട് താഴെ വരെ പഴുത്തിരിക്കുന്ന അനുഭവം. എന്താ ഇതിൻ്റെ കാരണം? ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ചത് കൊണ്ടാ തല തൊട്ട് താഴെ വരെ പഴുത്തിരിക്കുന്നത്. അയ്യോ, അതിനിപ്പോൾ എന്താ ചെയ്യണം? ഉടനെ ഫോൺ എടുത്ത് പ്രവാചകനെ വിളിക്കുകയല്ല ചെയ്യേണ്ടത്. എന്താണ് ഇവിടുത്തെ പ്രോബ്ലം എന്ന് മനസ്സിലാക്കുക. ദൈവത്തെയും ദൈവവചനത്തെയും നിരസിച്ചത് കൊണ്ടാണ് ഓൾ മെസ്ഡ് അപ്പ്. ലൈഫ് എല്ലാം ഇങ്ങനെ മെസ്ഡ് അപ്പ് ആയിരിക്കുക. അയ്യോ, എന്താ ഈ മെസ്ഡ് അപ്പ്? ഇങ്ങനെ എന്താ മനസ്സിലാകുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. ഒത്തിരി ഞങ്ങൾ നോക്കി, ഒത്തിരി പേര് പ്രാർത്ഥിച്ചു, ഒത്തിരി പേര്, എന്താ ഇതിൻ്റെ കാരണം? വാട്ട് ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഇറ്റ്? ബിക്കോസ് യു ഹവ് റിജക്റ്റഡ് ഗോഡ്. ദൈവത്തെ നിരസിച്ചത് കൊണ്ട്, ദൈവവചനത്തെ നിരസിച്ചത് കൊണ്ട്. പിക്ക് ആൻഡ് ചൂസ് ചെയ്യണം. എനിക്ക് സന്തോഷം വരുത്തുന്ന വാക്യങ്ങൾ എടുക്കുക, എനിക്ക് ഉത്തേജനം നൽകുന്ന വാക്യങ്ങൾ എടുക്കുക. കർത്താവിൻ്റെ കൽപ്പനകളെ പുറംകാലും കൊണ്ട് കളയുന്ന ആ വ്യക്തികൾക്ക് വരുന്ന കോൺസിക്വൻസസ് നോക്കിക്കുക. ബീറ്റൻ അപ്പ് മാത്രമല്ല, 1-8 വാക്യം നോക്കിക്കുക. സിയോൻ പുത്രി മുന്തിരി തോട്ടത്തിലെ കുടിൽ പോലെയും വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെയും നിരോധിച്ചു. എന്ന് പറഞ്ഞാൽ എന്താ? ഈ കൊയ്ത്ത് സമയമാകുമ്പോൾ ഇവർ ഈ ഒരു ടെമ്പററി ഷെഡ് പോലൊക്കെ ഉണ്ടാക്കും. കൊയ്ത്ത് കഴിയുമ്പോൾ ഈ ഷെഡിനെ ആരും പിന്നെ ഉറക്കത്തില്ല, അതവിടെ കിടന്നങ്ങ് ഉണങ്ങിപ്പോവും. എന്നതുപോലെ ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ ഉണങ്ങി വാടിയിരിക്കുന്ന അവസ്ഥയാണ്. വാട്ട് ഈസ് ദ റീസൺ? കോൺസിക്വൻസ് ഓഫ് സിൻ. പാപത്തിൻ്റെ കോൺസിക്വൻസസ് ആയത്. ഓക്കെ, ഇതിനെ ഇസ്രായേൽ മക്കൾ കവറപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? കർത്താവേ, ഞങ്ങൾക്ക് പറ്റിപ്പോയി, ഞങ്ങൾ മത്സരികളാണ്, ഞങ്ങൾ പാപികളാണ് എന്ന് പറഞ്ഞ് മനസ്സ് പുതുക്കി മാനസാന്തരപ്പെട്ടല്ല ദൈവത്തിൻ്റെ അടുക്ക വരുന്നത്. 1-10 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ യാഗങ്ങളും കൈമലർത്തിയുള്ള പ്രാർത്ഥനയും പിന്നെ എന്താ ഉത്സവവും അങ്ങ് ആക്ടിവിറ്റീസാണ്. ഇഷ്ടം പോലെ യാഗം കൊണ്ടുവരിക. പക്ഷെ എന്താ കൊണ്ടുവരുന്നതിൻ്റെ കാരണം എന്തുവാ? പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവരിക, അതുകൊണ്ട് കൊണ്ടുപോവുക. പാപബോധമില്ലാതെ, മാനസാന്തരപ്പെടാതെ യാഗങ്ങൾ നടത്തുക. നമ്മുടെ ഒരു കോണ്ടംപററി ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞായറാഴ്ച പള്ളി പോകുന്നതുകൊണ്ട് തകർത്ത് ആരാധിക്കുന്നുണ്ട്, പക്ഷെ മാനസാന്തരപ്പെടാതെ ഈ ആരാധിക്കുന്നത്. പ്രാർത്ഥിക്കുന്നുണ്ട്, കൈമലർത്തിയ പ്രാർത്ഥിക്കുന്നത്, പക്ഷെ മാനസാന്തരമില്ലാത്ത പ്രാർത്ഥന. കർത്താവ് കയ്യിലോട്ട് നോക്കുമ്പോൾ പറയുകയോ, മോനെ മൊത്തം രക്തം, ഞാൻ കണ്ണ് മറയ്ക്കുക. പക്ഷെ ഭയങ്കര ഉച്ചത്തിലാണ് പ്രാർത്ഥന. മറയ്ക്കുന്നത് കണ്ടോ?
ശരിക്കും മാനസാന്തരപ്പെടാതെ ഇവർ ചിന്തിക്കുന്നത് ഇങ്ങനെ ബഹു കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ യാഗങ്ങൾ കൊണ്ട് നിറച്ചു കഴിഞ്ഞാൽ ദൈവം അങ്ങ് പ്രസാദിക്കുന്ന, കൈമലർത്തി ഉറക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രസാദിക്കുന്ന, അല്ല ഉത്സവങ്ങളൊക്കെ ആചരിക്കുമ്പോൾ ദൈവം പ്രസാദിക്കുന്ന. ഇതെല്ലാം ദൈവം ചെയ്യാൻ പറഞ്ഞ കാര്യമല്ലേ? ഉത്സവം ആചരിക്കാൻ ദൈവം പറഞ്ഞതാണ്, പ്രാർത്ഥിക്കാൻ ദൈവം പറഞ്ഞതാണ്, യാഗങ്ങൾ ചെയ്യണമെന്ന് ദൈവം കർത്താവ് പറയുക എനിക്ക് മടുപ്പാ, ഞാൻ മടുത്തു ഇത് കണ്ടിട്ടെന്ന്. എനിക്ക് അറപ്പാണ് നിങ്ങളുടെ ഈ വർത്ത്ലെസ് ഓഫറിങ്സ്. ഐ എം ഫെഡ് അപ്പ് വിത്ത് ദ വർഷിപ്പ്. സ്തോത്രം. കൊഴുപ്പ് കൂട്ടി ആരാധിച്ചത് കൊണ്ടൊന്നും കാര്യമായില്ല പ്രിയരെ. ഡ്രമ്മിൻ്റെ കീബോർഡിൻ്റെ സൗണ്ടും കൊണ്ട് നമുക്ക് തകൃതിയായിട്ട് ആരാധിക്കാം എന്നതുകൊണ്ട് കയ്യിലുള്ള ചോര പോകണമെന്നില്ല. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, 18-ാമത്തെ വാക്യം 1:18 പറയുകയാണ്, നിങ്ങൾ 18 വരുവീൻ, God is calling them, come, stop this hypocritical worship, stop this hypocrisy, come, വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കൊടുംചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞുപോലെ ആയിത്തീരും. എങ്ങനെ ആയിത്തീരും? ഇവരുടെ ആക്ടിവിറ്റീസും കൊണ്ട് നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ എത്ര യാഗങ്ങൾ കൊണ്ടുവന്നാലും ഇത് ശരിയാകാൻ പോകുന്നില്ല. എത്ര വർഷങ്ങൾ ഉത്സവം ആചരിച്ചാലും ഇത് ശരിയാകാൻ പോകുന്നില്ല. എത്ര കൈമലർത്തി പ്രാർത്ഥിച്ചാലും ഇത് ശരിയാകാൻ പോകുന്നില്ല. പിന്നെ എങ്ങനെ ശരിയാവും കർത്താവേ? ഇറ്റ്സ് എ ബ്ലീക്ക് പിക്ചർ. ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, ബാക്ക്ഡ്രോപ്പാണ്. 5 അധ്യായങ്ങൾ. എന്താ ഇതിൻ്റെ സൊല്യൂഷൻ? അതാണ് 6-ാം അധ്യായം. ഹൗ ഗോഡ് ഈസ് ഗോയിങ് ടു ഡു ദാറ്റ്. ദൈവം ഇതെങ്ങനെ ചെയ്യാൻ പോകുന്നത്? 6-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ, 6-ന്റെ 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ അത്ഭുതകരമായ കാഴ്ച, ദ ഓസം സൈറ്റ് ഓഫ് ഗോഡ്സ് ഹോളിനെസ്. അപ്പം ഇങ്ങനെ പാപത്തിലായിരിക്കുന്ന ഇസ്രായേൽ മാനസാന്തരപ്പെട്ട് വന്നെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ. അത് ചെയ്യേണ്ടത് ദൈവമാണ്. ഇവരിൽ കൂടെ എത്ര ഇവർ ആക്ടിവിറ്റി ചെയ്താലും എത്ര പെർഫോമൻസ് നടത്തിയാലും അത് ശരിയാവത്തില്ല. ഗോഡ് ഷുഡ് ഇനിഷ്യേറ്റ് ഇറ്റ്. ദൈവം ഇത് ഇനിഷ്യേറ്റ് ചെയ്യണം. അതിന് 6-ാം അധ്യായത്തിൽ യെശയ്യാവിൻ്റെ ജീവിതത്തിൽ നടന്ന ആ സംഭവമുണ്ടല്ലോ. ഏതാ നമ്മളിപ്പോൾ വായിച്ചത്? ഞാൻ അശുദ്ധിയുള്ള അധരമുള്ള മനുഷ്യൻ എന്ന് ഏറ്റു പറഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ വന്നപ്പോൾ ദൈവത്തിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിച്ചതുപോലെ യെശയ്യാ ഈസ് എ പ്രോട്ടോടൈപ്പ്. ഇസ്രായേലെ, യെശയ്യാവിനെ നോക്കിക്കേ, ഇതുപോലെ നിങ്ങളുടെ പാപത്തെ എനിക്ക് ഹിമം പോലെ വെളുപ്പിക്കാൻ ആഗ്രഹമുണ്ട്. സോ കം ടു മീ. അല്ലാതെ നിങ്ങൾ എത്ര പെർഫോമൻസ് നടത്തിയാലും എൻ്റെ പദ്ധതി, എൻ്റെ പർപ്പസസ് നിങ്ങളുടെ ജീവിതത്തിൽ അത് ഫുൾഫിൽ ആകുകയില്ല. അപ്പോൾ ഒന്നാമത് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത്, പെന്തിക്കോസ്തുകാരെ, നമുക്ക് വേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മളിൽ വേദനയോടെ ഞാൻ ഈ കാര്യം പറയട്ടെ, കുറഞ്ഞുപോയ ഒന്നാമത്തെ കാര്യമാണ് ദ ഓസം സൈറ്റ് ഓഫ് ഗോഡ്സ് ഹോളിനെസ്. ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ, പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായിരിക്കുന്ന കാഴ്ച നമ്മുടെ ഈ പെന്തക്കോസ്ത് കമ്മ്യൂണിറ്റിയുടെ യാത്രയിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയി. നമ്മൾ പറയുന്നുണ്ട് വിശുദ്ധി വേർപാടും എന്നൊക്കെ, പക്ഷെ അത് എക്സ്റ്റേണൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുക. പിന്നെ പ്രാർത്ഥനയിലും പിന്നെ സാക്ഷ്യത്തിലും പ്രബോധനം വിശുദ്ധിയും വേർപാട്. എന്തായി വിശുദ്ധി, എന്തായി വേർപാടെന്നൊക്കെ പറയുന്നത് എന്താ? ഹൂ ഈസ് ദിസ് ഹോളി ഗോഡ്? അപ്പോൾ യെശയ്യാവിന് ആദ്യമേ തൻ്റെ പാപത്തെ ക്ലിയറായിട്ട് കാണണമെങ്കിൽ ആദ്യം യെശയ്യാവേ ഈ പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു കാഴ്ച, വിഷൻ നിനക്ക് കാണേണ്ടത് ആവശ്യമുണ്ട്.
അതുകൊണ്ട് ഈ പ്രസംഗം കേൾക്കുന്ന നമ്മൾ ഇങ്ങനെ ധരിക്കരുത്, അയ്യോ അപ്പം ഞാൻ ഈ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം അല്ല ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം യെശയ്യാവ് കണ്ടതുപോലെ വല്ലോം എൻ്റെ റൂമിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരും, ദൈവം ഇറങ്ങി വന്ന് എനിക്കും ഇതുപോലെ ദർശനം കാണാമെന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. അങ്ങനെയൊക്കെ ദൈവം കാണിക്കത്തില്ല. ദൈവം ഓൾറെഡി തിരുവചനത്തിൽ കൂടെ പരിശുദ്ധനായ ദൈവത്തിൻ്റെ ദർശനം കാണിച്ചിട്ടുണ്ട്. അതാണ് ഇന്ന് രാത്രികാലം ഈ വചനത്തിൽ കൂടെ നാം കേൾക്കുന്നത്. ലെറ്റ് us ലുക്ക് അറ്റ് ഗോഡ്സ് ഹോളിനെസ്. ഇവിടെ പരിശുദ്ധൻ 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 എന്ന് 3 തവണ പറയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് സൂപ്പർലേറ്റീവ് പറയുകയാണ്. ദൈവത്തിൻ്റെ പല ഗുണങ്ങളുണ്ട്. ജ്ഞാനി 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 എന്ന് പറയാം, സർവവ്യാപി വ്യാപി വ്യാപി എന്ന് പറയാം, സർവശക്തി ശക്തിമാൻ എന്ന് പറയാം. പക്ഷെ അതൊന്നുമല്ല പറയുന്നത്, സൂപ്പർലേറ്റീവായിട്ട് പറയുന്നത് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. വിശുദ്ധൻ എന്നുമല്ല, പരിശുദ്ധൻ. പുരോഹിതന്മാർ വിശുദ്ധന്മാരാണ്. പഴയ നിയമത്തിലെ ഫർണിച്ചേഴ്സ്, ടാബർനാക്കിൾ എല്ലാം വിശുദ്ധമാണ്. വിശുദ്ധമായിരിക്കുന്നവരും വിശുദ്ധമായിരിക്കുന്നതും അശുദ്ധമാകാം. പക്ഷെ പരിശുദ്ധൻ ഒരിക്കലും അശുദ്ധനാകുകയില്ല. ദാറ്റ് ഈസ് കംപ്ലീറ്റ് അതർനെസ്. ഈ ലോകത്തിലുള്ള ഒരു വസ്തുവോ ഒരു വ്യക്തിയേക്കാൾ ഈ ലോകത്തിലുള്ള ക്രിയേഷൻ യൂണിവേഴ്സ് എന്തും എടുത്തോ, ഗോഡ് ഇസ് അതർനെസ്. ഗോഡ്സ് ഓൺലി ഇസ് ഡിഫറെന്റ്. പ്രൈസ് ലോർഡ്. അതുകൊണ്ടല്ലേ യേശു കുഷ്ഠരോഗിയെ തൊട്ടപ്പോൾ പുരോഹിതന്മാർ കുഷ്ഠരോഗിയെ തൊട്ടാൽ അവർ അശുദ്ധരായി തീരും, എന്നാൽ യേശു കുഷ്ഠരോഗിയെ തൊട്ടപ്പോൾ യേശു അശുദ്ധനായില്ല, പ്രത്യുത കുഷ്ഠരോഗി അശുദ്ധനായി തീർന്നു. ഹി ബിക്കെയിം ക്ലീൻ. എന്താ? വൈ? ബിക്കോസ് ജീസസ് ഈസ് ഹോളി. യേശു പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ടാണ്. ബിക്കോസ് ജീസസ് ഇസ് ഗോഡ്. അപ്പോൾ പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തിൻ്റെ ആ ദർശനം യെശയ്യാവ് കണ്ട്, അവിടെ നമ്മൾ കണ്ടോ ആ സെറാഫുകളെ ഒന്ന് നോക്കിക്കേ. 2 കൊണ്ട് മുഖം മറയ്ക്കുകയാണ്. സ്തോത്രം. 2 കൊണ്ട് കാല്. They are unworthiness. They shows that we are unworthy. യെശയ്യാവ് നോക്കൂ ഈ ദർശനോട്. പാപമില്ലാത്ത സെറാഫുകൾ കാല് മറയ്ക്കുന്നു. സോറി, they cover the feet and they cover the face. പാപമുള്ള ഇസ്രായേൽ മക്കൾ ഈ ദൈവത്തോട്, ഈ പരിശുദ്ധനായിരിക്കുന്ന ഇസ്രായേലിന്റെ പരിശുദ്ധനോട് മത്സരിക്കുന്നു. വാട്ട് ഈസ് ദിസ്? സ്തോത്രം. എന്നിട്ട് 2 കൊണ്ട് അവര് പറക്കുക എന്ന് പറഞ്ഞാൽ ദേ ആർ റെഡി ടു സർവ്, ടു ഡു ദ സർവീസ്. സെറാഫുകൾ ഒരാളെ വിളിച്ച് ഈ ദൗത്യം കൊടുക്കുമ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാമെന്നല്ല പറയുന്നത്. ദേ ആർ റെഡി അറ്റ് ദാറ്റ് വെരി മൊമെന്റ്. കർത്താവ് പറഞ്ഞുകൊണ്ടില്ലേ സെറാഫുകളിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റിട്ട് കോൾ കൊണ്ടുപോയി ആ യെശയ്യാവിൻ്റെ നാവിൽ തൊട്ടത്. എന്താ സ്പോണ്ടേനിയസാ. ദേ ആർ റെഡി ഫോർ ദ സർവീസ്. എന്നാൽ യെശയ്യാവ് തന്നെയും തൻ്റെ ഇസ്രായേൽ സഹോദരന്മാരെയൊക്കെ നോക്കുമ്പോൾ ദേ ഫോർഗോട്ട് ദ മാസ്റ്റർ. യജമാനനെ അറിയാത്ത ഈ ജനം, ഈ അറിയില്ലായ്മ കൊണ്ട്, ഈ യജമാനനെ അറിയാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ യജമാനന് ഒരു ബന്ധമില്ലാത്തത് കൊണ്ട്, ഈ അറിവ് എന്ന് പറയുമ്പോൾ, നോയിങ് ദ ലോർഡ് എന്ന് പറയുമ്പോൾ റിലേഷനാണ് കാണിക്കുന്നത്, ഇൻറ്റിമേറ്റ് റിലേഷൻ. ദൈവത്തെ അറിയാത്ത ഈ ജനം ഭയങ്കര ആരാധനയാണ്, ഭയങ്കര സാക്രിഫൈസാണ്, ഭയങ്കര ഉത്സവമാണ്, ഭയങ്കര കൈമലർത്തിയുള്ള പ്രാർത്ഥനയാണ്. പക്ഷെ ദൈവത്തെ അറിയത്തില്ല, ദൈവത്തിന് ഇവരെ അറിയത്തില്ല. ഈ ജനത്തെ യെശയ്യാവ് നോക്കുക, സെറാഫുകളെ നോക്കുക. അയ്യോ, അവർ ദേ ആർ റെഡി ടു ഡു ദ സർവീസ് ടു ദ ഹോളി വൺ ഓഫ് ഇസ്രായേൽ. അവർ മറയ്ക്കുകയാണ്, പാപമില്ലാത്ത ഇവർ മറയ്ക്കുകയാണ്. അയ്യോ, വാട്ട് ഈസ് ദിസ്? ദി അബ്സല്യൂട്ട് അതർനെസ് ഓഫ് ഗോഡ്സ് ഹോളിനെസ്. ഇന്ന് രാത്രികാലം ഈ വചന ശുശ്രൂഷ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, ഈ ദൈവത്തിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന വിഷൻ എന്നെ കാണിക്കണേ കർത്താവേ. തിരുവചനത്തിൽ കൂടെ ഷോ മീ യുവർ ഹോളിനെസ്. എൻ്റെ കുഞ്ഞുങ്ങൾ കാണട്ടെ. സ്തോത്രം. ലെറ്റ് അവർ കമ്മ്യൂണിറ്റി സീ ദ ഹോളിനെസ് ഓഫ് ഗോഡ്. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധി കണ്ട് പൊളിറ്റിക്സ് കളിക്കുമോ?
സഭയിൽ അടി ഉണ്ടാക്കുവോ? കുശുമ്പും കുഞ്ഞായ്മയൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുവോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഗോസിപ്പ് കളിച്ചുകൊണ്ട് കിടക്കുവോ? കസേരയ്ക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും ഉണ്ടാകുമോ? നോ, നത്തിങ്. We should have the awesome sightness of God's holiness today. I should have that. എനിക്ക് വേണം, നമുക്ക് എല്ലാവർക്കും വേണം. We need to know who our Lord is. നമ്മുടെ ദൈവം ആരായെന്നും ആ കർത്താവുമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിലേക്ക്, ആ ലിവിങ് റിലേഷൻഷിപ്പിലേക്ക് നമുക്ക് വരണമെങ്കിൽ we should look at and God should show us His holiness through the scriptures. ആ ഹോളിനെസ്സും ഉൾപ്പെട്ടിരിക്കുന്നതാണ്. അതിൻ്റെ നമുക്ക് എല്ലാ വാക്യങ്ങളും വ്യാഖ്യാനിച്ച് പോകാൻ സമയമില്ല. ദ ലോർഡ് ഇസ് സിറ്റിംഗ് ഓൺ എ ത്രോൺ ലോഫ്റ്റി ആൻഡ് എക്സോൾട്ടഡ് എന്ന് പറഞ്ഞാൽ സർവ പരമാധികാരിയാണ്. ഹോളിനെസ്സിൽ ഉൾപ്പെടുന്നൊരു കാര്യമാണ്. ആൻഡ് ഹിസ് ട്രെയിൻ ആൻഡ് ഹിസ് റോബ് ഫില്ലിംഗ് ദ ടെമ്പിൾ. ആലയത്തെ നിറച്ചു. ആലയത്തെ മാത്രമല്ല, 3-ാം വാക്യത്തിൽ ദ വോൾ ഹെർത്ത് ഇസ് ഫുൾ ഓഫ് ഹിസ് ഗ്ലോറി. ആലയം മാത്രമല്ല, സർവഭൂമിയും തൻ്റെ തേജസ്സും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന, സർവ പരമാധികാരിയായിരിക്കുന്ന, പരിശുദ്ധനായിരിക്കുന്ന ഇസ്രായേലിലെ പരിശുദ്ധൻ വെളിപ്പെടുകയാണ് യെശയ്യാവിൻ്റെ മുമ്പിൽ. സ്തോത്രം. 2-ാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് വേഗം വരാം. 5-ാം വാക്യം, പാപത്തിൻ്റെ ഭയാനകമായിരിക്കുന്ന ചിത്രം. സുവിശേഷം ഇങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരോട് പറയേണ്ടത്. ഒന്ന്, ടു ഷോ ദ ഹോളിനെസ് ഓഫ് ഗോഡ്. പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തിൻ്റെ ആ പരിശുദ്ധിയെ മറ്റുള്ളവരിൽ നിന്ന് കാണിക്കണം. എന്നെങ്കിൽ മാത്രമേ പാപത്തിൻ്റെ ഭയാനകമായിരിക്കുന്ന ചിത്രം നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിൻ്റെ ആ വിഷൻ കണ്ട മനുഷ്യൻ്റെ റെസ്പോൺസ് നോക്കിക്കേ പ്രിയരെ. 5-ാം വാക്യത്തിൽ പറയുകയാണ്, അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം. നോക്കിക്കേ, ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ കാഴ്ച നമ്മൾ കണ്ടെന്ന് എങ്ങനെ മനസ്സിലാവുന്നറിയാമോ? ഗോഡ്സ് ഹോളിനെസ് വിൽ എക്സ്പോസ് അവർ സിൻ. നമ്മുടെ പാപത്തെ അങ്ങ് എക്സ്പോസ് ചെയ്യും. നമ്മുടെ പാപത്തെ അങ്ങ് തുറന്നു കാണിക്കും. ആ തുറന്നു കണ്ടപ്പോൾ അയ്യോ എനിക്ക് കഷ്ടം. ദൈവത്തിൻ്റെ ദർശനം കണ്ടപ്പം ഖത്തറി ഒരു 10 വർഷം കൊണ്ട് നിൽക്കാനുള്ള വിസ അടിച്ചു തരണേ എന്നല്ല പറഞ്ഞത്. സ്തോത്രം. അല്ല, എൻ്റെ മോൻ ഇപ്പോൾ ഒരു നീറ്റ് എക്സാം എഴുതാൻ പോകുന്നത്, കർത്താവെ അവൻ എങ്ങനെയെങ്കിലും അഡ്മിഷൻ വാങ്ങിച്ചോളൂ. ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ദൈവത്തിൻ്റെ പരിശുദ്ധി കണ്ട മനുഷ്യൻ പറയുക, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചു, ഐ എം അൺഡൺ. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ വി വിൽ മെൽറ്റ്. സ്തോത്രം. ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ളൊരു മനുഷ്യൻ. അധരം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഹൃദയത്തെയാണ് കാണിക്കുന്നത്. ഹൃദയം നിറയുന്നതാണ് വായ് പ്രസ്താവിച്ച് പറയുന്നത്. ഐ ആം അൺക്ലീൻ, ഐ ആം സിന്നർ, ഐ ആം അൺഡേൺ, ഐ ഡോണ്ട് ഡിസേർവ് 1 single minute ടു ലിവ്. ഞാൻ ഒരു നിമിഷം പോലും ഡിസേർവ് ചെയ്യുന്നില്ല ദൈവമേ ജീവിക്കാൻ. ദൈവത്തിൻ്റെ പരിശുദ്ധി കാണുന്ന വ്യക്തി പറയുന്നതാ, ഐ ഡോണ്ട് ഡിസേർവ് ടു ലിവ്. പക്ഷെ നമ്മൾ പറയുന്നത് എന്തുവാ? ഞാൻ ഖത്തറിൽ വന്നിട്ട് ഇപ്പോൾ 20 വർഷമായി. കർത്താവ് ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നു, ഒരു യോഗ്യതയുമില്ല, എന്നാൽ എന്നെ യോഗ്യനാക്കി. എന്തുവാ യോഗ്യത എന്നൊക്കെ പറയുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തുവാ? ഭൗമികമായിരിക്കുന്ന നന്മകൾ നൽകിയിട്ട് യോഗ്യനല്ലാത്ത എന്നെ യോഗ്യനാക്കി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ യോഗ്യത? നോക്കിക്കേ, യെശയ്യാ പറയുകയാണ്, ഐ ഡോണ്ട് ഡിസേർവ് ടു ലീവ് ഫോർ 1 minute. 1 മിനിറ്റ് പോലും ജീവിക്കാൻ ഞാൻ യോഗ്യനല്ല ദൈവമേ നിന്റെ പരിശുദ്ധിയുടെ ദർശനത്തിന് മുൻപാകെ. സ്തോത്രം. എന്നിട്ട് യെശയ്യാ പറയുകയാണ്, ഇത് എൻ്റെ രോഗം മാത്രമല്ല. അടുത്ത് പറയുകയാണ്, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. ഇറ്റ് ഈസ് സ്പ്രെഡിങ് ലൈക്ക് ക്യാൻസർ ഇൻ ദ കമ്മ്യൂണിറ്റി. ഇത് എൻ്റെ മാത്രം പ്രോബ്ലമല്ല, ഇത് ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൻ്റെ പ്രോബ്ലമാ ദൈവമേ എന്ന് പറയുകയാണ്. ഐ എം റൂയിൻഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഇല്ലേ? യെശയ്യാവ് സെറാഫിമിൻ്റെ അനുസരണവും ഇവരുടെ അനുസരണക്കേടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയപ്പം അയ്യോ. എന്നിട്ട് അടുത്ത് എന്താ ഇങ്ങനൊരു പാപബോധമുണ്ടാകാൻ കാരണം എന്താ? 5-ാം വാക്യത്തിൻ്റെ അവസാനം പറയുകയാണ്,
എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് ഞാൻ പറഞ്ഞു. രണ്ട് കാര്യം അവിടെ കാണാൻ കഴിയുന്നത്. ദ ഹോളിനെസ് ഓഫ് ഗോഡ് വിൽ എക്സ്പോസ് യുവർ സിൻ. ദ ഹോളിനെസ് ഓഫ് ഗോഡ് വിൽ മേക്ക് യു ഹെൽപ്ലെസ്നെസ്. എന്നെ കൊണ്ട് പറ്റത്തില്ല കർത്താവേ, ഐ ഡോണ്ട് ഡിസേർവ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് യെശയ്യാവിനെ അടിച്ചിടേണ്ടതില്ല ദൈവം. ഒറ്റയടിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ പറയാൻ? എന്തെങ്കിലും ഗുണമുണ്ടോ? പലരൊക്കെ ഇങ്ങനെ പല കുടുംബത്തിൻ്റെ പാരമ്പര്യമൊക്കെ പറഞ്ഞുകൊണ്ട് വരും. എൻ്റെ അപ്പച്ചൻ ആയിരുന്നു ഇങ്ങനെ, പുള്ളിയാണ് സഭയ്ക്ക് ഇത് കൊടുത്തത്, എന്തോ സ്ഥലം കൊടുത്തത് എന്ന് പറയുമ്പോൾ കുടുംബത്തിൻ്റെ പാരമ്പര്യം ഇതൊക്കെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിശുദ്ധനായ ദൈവത്തിന് മുമ്പ് വല്ലതും നടക്കുമോ? ഒന്നും കൊണ്ടുവരെ ഇനിയില്ല നമുക്ക് ദൈവത്തിന് മുൻപാകെ. ദർ ഇസ് നത്തിങ് വി ക്യാൻ ബ്രിങ് ബിഫോർ ദ ലോർഡ്, നത്തിങ്. അപ്പോൾ ഒറ്റയടിക്ക് ഈ യെശയ്യാവിനെ അടിച്ചിട്ടാൽ ആരെങ്കിലും ദൈവത്തോട് ചോദിക്കും, എന്തിനാ ഈ മനുഷ്യനെ അടിച്ചിട്ട്? നോ, ബിക്കോസ് ഹി ഡിസേർവ് ദാറ്റ്. ഹി ഡിസേർവ് ഇറ്റ്. താൻ അതിന് യോഗ്യനാണ്. എന്നാൽ 6-ാം വാക്യം 6 and 7, 6ഉം 7, ദ ലവിങ് കൈൻഡ്നെസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സ്നേഹദയ. നോക്കിക്കേ, യെശയ്യാവ് അത് കൺഫസ് ചെയ്ത്, ഞാൻ പാപിയാണ്, ഐ ഡോണ്ട് ഡിസേർവ് ലോർഡ്, ഐ ഡോണ്ട് ഡിസേർവ് ഈവൻ യുവർ ഫോർഗിവ്നെസ്, ഐ ഡോണ്ട് ഡിസേർവ് എനിത്തിങ് ലോർഡ്, ഐ ഡിസേർവ് ഡെത്ത്, ഐ എം റൂയിൻഡ് എന്ന് പറയുകയാണ്. ആ മനുഷ്യനോട് ദൈവം കാണിച്ച കരുണ നോക്കിക്കേ, കരുണ നോക്കിക്കേ. Then one of the seraphim flew to me with a burning coal in his hand, which he had taken from the altar with tongs. 7-ാം വാക്യത്തിൽ പറയുകയാണ്, അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പാപത്തിന് പരിഹാരം 1-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ ചെയ്യുന്നത് പോലെ പെർഫോമൻസിൽ കൂടല്ല പരിഹാരം വരുന്നത്. ഡ്രമ്മടി കൂട്ടിയിട്ടല്ല, കൈ മലർത്തി പ്രാർത്ഥിച്ചിട്ടല്ല, രക്തം ഉള്ള കൈ മലർത്തി പ്രാർത്ഥിച്ചിട്ടല്ല പരിഹാരം വരുന്നത്. പരിഹാരം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. യാഗപീഠത്തിൽ നിന്നാണ് പരിഹാരം വരുന്നത്. അങ്ങനെ ഒരു യാഗപീഠത്തിൽ നിന്ന് ഒരു കോൾ വരണമെങ്കിൽ, കൈക്കൊണ്ട് തീക്കനൽ വരണമെങ്കിൽ അവിടെ ഒരു യാഗം നടന്നിട്ടുണ്ട്. യാഗം നടക്കാതെ ആ തീക്കനൽ ഇവനെ നാവിൽ തൊട്ടിട്ട് ഇങ്ങനെ പറയാൻ കഴിയത്തില്ല, പാപത്തിന് പരിഹാരമായി എന്ന്. സോ there we can see a sacrifice. യെശയ്യാവേ, നിന്റെ പാപത്തിന് പരിഹാരമായി തീരുവാൻ ഒരു കാരണമുണ്ട്. ഒരു യാഗം അവിടെ നടന്നിട്ടുണ്ട്. ഒരു പ്യൂരിഫിക്കേഷൻ നടന്നതുകൊണ്ട്, ഒരു പ്യൂരിഫിക്കേഷൻ നിന്റെ ഉള്ളിൽ നടക്കുന്നതിൻ്റെ കാരണം there was a sacrifice behind it എന്നുള്ളൊരു ചിത്രം നമുക്ക് കാണാൻ കഴിയും. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സാക്രിഫൈസ്. ദൈവമാണ് ഇത് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത്, അല്ല നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. എൻ്റെ ചർച്ചിൽ വരുന്ന കുറേ സഹോദരന്മാരുണ്ട്, എനിക്ക് വളരെ സ്നേഹം, അവരോട് ഞാൻ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും. എനിക്ക് അവരോട് ഇടപെടുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവർ രക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന്. സ്നാനപ്പെട്ടിട്ടുണ്ട്, പക്ഷേ രക്ഷിക്കപ്പെട്ടില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നു. അവരുടെ സംസാരത്തിൽ കൂടെയും അവരുടെ രീതികൾ കൂടെ എല്ലാം മനസ്സിലാവും. അപ്പം ഞാൻ അവരെ ഈ രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും സുവിശേഷം അവരോട് പറയുമ്പോൾ അവർ എന്നെ പ്രോത്സാഹപ്പെടുത്തുന്നത് എന്തോന്ന് അറിയാം? പക്ഷേ രാവിലെയും വൈകിട്ട് ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട്. രാവിലെയും വൈകിട്ട് ഞാൻ ബൈബിൾ വായിക്കുന്നതിന് പ്രാർത്ഥിച്ചേ ഞാൻ കിടക്കുന്നുള്ളൂ. ഞാൻ അവരോട് സ്നേഹത്തോടെ പറയുന്നൊരു കാര്യം, ബൈബിൾ വായിക്കുന്നത് കൊണ്ടോ പ്രാർത്ഥിക്കുന്നത് കൊണ്ടൊന്നും രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ സൈനല്ല. രക്ഷിക്കപ്പെടാതെയും ബൈബിൾ വായിക്കാം, രക്ഷിക്കപ്പെടാതെയും പ്രാർത്ഥിക്കാം, രക്ഷിക്കപ്പെടാതില്ല ഇവർ ഈ പെർഫോമൻസ് എല്ലാം കാണിച്ച് 1-ാം അധ്യായത്തിൽ. പാപത്തിന് പരിഹാരം വരാതില്ല ഇവരെല്ലാം പെർഫോമൻസ് കാണിച്ചത്. രക്ഷിക്കപ്പെടാതെയും പ്രസംഗിക്കാം, രക്ഷിക്കപ്പെടാതെയും പാസ്റ്ററാകാം, ഇതെല്ലാം നമുക്കാകാം. പക്ഷെ എങ്ങനെ മനസ്സിലാകും? ഹൗ ഡു വി നോ വി ആർ സേവ്ഡ്? ഗോഡ് ഷുഡ് ഇനിഷ്യേറ്റ് ദ വർക്ക് ഓഫ് സാൽവേഷൻ. ദൈവമാണ് ഇസ്രായേലിനെ നോക്കി, യെശയ്യാവിനെ നോക്കി ഇസ്രായേൽ പഠിക്കുകയാണ്. യെശയ്യാവ് ഒന്നും ചെയ്തിട്ടല്ല ഇവിടെ തൻ്റെ പാപത്തിന് പരിഹാരമാകുന്നത്. യെശയ്യാവ് ചെയ്തത് മാത്രം ഇതാണ്, തൻ്റെ പാപത്തെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ടു. ഹി റിപ്പൻറ്റഡ് ഫ്രം സിൻ. ആ മാനസാന്തരപ്പെട്ട് ഈ മനുഷ്യനെ ദൈവമാണ് ഇനിഷ്യേറ്റ് ചെയ്തത് ഈ ശുദ്ധീകരണം വരുത്തുവാൻ വേണ്ടി. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളൊരു കാര്യം പറയാം, ദ ലോർഡ് ഷുഡ് ഇനിഷ്യേറ്റ് ദ വർക്ക് ഇൻ യു. ദൈവം ഇത് ആരംഭിക്കണം.
നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ വണ്ടി ഓടിക്കുന്നു. നമ്മളല്ല വണ്ടി ഓടിക്കുന്നത്, വണ്ടി ഓടുന്നത് കൊണ്ടാണ് വണ്ടി നമ്മൾ ഓടിക്കുന്നത്, അല്ലേ? ഈ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാതെ നമ്മൾ ഈ സ്റ്റിയറിംഗ് എത്ര കെട്ട് കറക്കിയാലും ആ വണ്ടി അവിടെ തന്നെ നിൽക്കത്തേ ഉള്ളൂ. വണ്ടി സ്റ്റോപ്പ് ആണെങ്കിൽ സ്റ്റിയറിംഗ് പാടുക അത് കറക്കാൻ, ഇല്ലേ? രാവിലെ ബൈബിൾ വായിക്കുന്നുള്ളൂ, സ്റ്റിയറിംഗ് കറക്കുക, പക്ഷെ വണ്ടി പോകുന്നില്ല. വണ്ടി പോകണമെങ്കിൽ വണ്ടി ആദ്യം സ്റ്റാർട്ട് ചെയ്യണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങളുടെ ചർച്ചയിലുള്ള സഹോദരന്മാരോട് പറഞ്ഞ കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം. ഇതാണ്, God should initiate the work in you. Only then you will grow in the holiness. അപ്പോഴാണ് മായമില്ലാത്ത പാൽ കുടിക്കാൻ, രക്ഷയ്ക്ക് വളരുവാൻ മായമില്ലാത്ത പാൽ കുടിക്കാൻ വാഞ്ച വരുന്നത്. ഉയരത്തിൽ നിന്ന് ജനിക്കാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ ഈ വാഞ്ച വരുന്നത്? പലർക്കും ബൈബിൾ സ്റ്റഡി എന്ന് പറയുമ്പോൾ അങ്ങ് ഭയങ്കര 8 മണിക്കൂർ വർഷിപ്പ് വെച്ച് ഒരു പ്രോബ്ലം ഇല്ല. 8 മണിക്കൂർ ഏതായാലും വേറൊരു പരിപാടി വല്ലതും വെച്ച് അതിന് വന്ന് നിൽക്കും. പക്ഷേ ബൈബിൾ സ്റ്റഡി എന്ന് പറയുമ്പോൾ ആഗ്രഹമില്ല. അത് ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിച്ചവനെ രക്ഷയ്ക്ക് വളരാനുള്ള ആഗ്രഹം കാണത്തുള്ളൂ. ജനിച്ചൊരു കുഞ്ഞ് മാത്രമേ പാലിന് കരയത്തുള്ളൂ. ജനിക്കാത്തൊരു കുഞ്ഞ് അല്ലെങ്കിൽ മരിച്ചുപോയ ഒരു കുഞ്ഞ് പാലിന് കരയത്തില്ല. ജീവനില്ലാത്ത ഒരു വ്യക്തിക്ക് ദൈവവചനത്തെയും കർത്താവിനെ കുറിച്ചുള്ള കർത്താവിനെ എനിക്കറിയണം, കർത്താവ് ഈ ഗോഡ് ഹസ് സേവ്ഡ് മീ, ഐ വാണ്ട് ടു നോ ഹിം, ഐ വാണ്ട് ടു ഗ്രോ ഹിം എന്നുള്ള ആ ഡിസയർ ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ ഗോഡ് ഷുഡ് ഇനിഷ്യേറ്റ് ദറ്റ് വർക്ക്. ദൈവം ഭയങ്കര ഒരു വലിയ കാര്യം യെശയ്യാവിൻ്റെ ജീവിതത്തിൽ ചെയ്തു. പാപത്തിൻ്റെ പരിഹാരം തനിക്ക് കൊണ്ടുവന്നു. ഇത് കേട്ടപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗോസ്പലിനെ പ്രസൻറ്റ് ചെയ്യേണ്ടത്. ടെൽ ദ പ്രോബ്ലം, ടെൽ ഹൂ ഗോഡ് ഇസ്, ടെൽ വാട്ട് ഇസ് ദ സൊല്യൂഷൻ ഫോർ ദറ്റ് പ്രോബ്ലം. അവിടെ ഒരു സാക്രിഫൈസ്, യാഗം നടന്നു. ആ യാഗത്തിൽ കൂടെയാണ് പരിഹാരം. ഈ മനുഷ്യൻ്റെ പാപം വേറൊരു ഒരു മൃഗമോ, പഴയ നിയമത്തിൻ്റെ കോൺടെക്സ്റ്റിൽ പറയുന്ന ഒരു മൃഗം ഏറ്റെടുത്തു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്ട്. ജീസസ് ഹസ് ടുക്ക് യുവർ സിൻ. യേശുവാണ് പാപ പരിഹാരം. കർത്താവിൻ്റെ മേൽ നമ്മുടെ പാപം ചുമത്തി കർത്താവിൻ്റെ നീതി നമുക്ക് തന്നു. വാട്ട് എ ഗ്രേറ്റ് ട്രാൻസാക്ഷൻ, എക്സ്ചേഞ്ച്. അവിടാണ് പാപ പരിഹാരം നടന്നത്. അപ്പം ഇനി അടുത്ത് ഞാൻ വേഗം എൻ്റെ മെസ്സേജ് ഇവിടെ നിർത്തിയാൽ, ഈ ഒരു സംഭവം തന്നെ വല്ലാതെ അങ്ങ് ആകർഷിച്ചു. 8-ാം വാക്യം നോക്കിക്കേ. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടു. നിങ്ങൾ 7 വാക്യം വരെ ശ്രദ്ധിച്ച് നോക്കി. ഇതുവരെ യെശയ്യാവ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടില്ല. ദർശനം കണ്ടെങ്കിലും ഫസ്റ്റ് ടൈം ഈസ് ഹിയറിങ് ഗോഡ്സ് വേർഡ്. ആദ്യത്തെ പ്രാവശ്യമാണ് ദൈവശബ്ദം കേൾക്കുന്നത്. എപ്പം? ഈ ശുദ്ധീകരണം നടന്നതിന് ശേഷം, പാപപരിഹാരം നടന്നപ്പോൾ ഈ ഇയേഴ്സ് ഗോഡ്സ് വേർഡ് ശബ്ദം കേട്ടിട്ട് അതിന് ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് പറഞ്ഞപ്പോൾ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. നാളെ പോകാം, മറ്റന്നാൾ പോകാമെന്നല്ല. ഈ ഗോഡ്സ് ഹോളിനെസ്സിൻ്റെ ദർശനം തന്നെ മാറ്റിയത് കണ്ടോ? സെറാഫുകളെ നോക്കുമ്പോൾ അവർ 2 ചെറും കൊണ്ട് പറന്ന് നിൽക്കുക. ദേ ആർ റെഡി ഫോർ ദ സർവീസ്. സെറാഫുകളെ പോലെ, ലോർഡ് ഐ ആം ഹിയർ, ഐ ആം റെഡി ഫോർ ദ സർവീസ്, സെൻഡ് മീ, എന്നെ അയക്ക്. ഞാൻ ഈ മെസ്സേജ്, എനിക്ക് നടന്ന കാര്യം ഞാൻ ചെന്നിട്ട് ഇവരോടൊക്കെ പറയട്ടെ, ഇവരൊക്കെ രക്ഷിക്കപ്പെടട്ടെ, ഇവരെല്ലാം നിന്റെ അടുക്ക വരട്ടെ, പാപപരിഹാരം അവർക്ക് ലഭിക്കട്ടെ. ഭയങ്കര എക്സൈറ്റഡാണ് ഈ ദൂത് പറയാൻ. ഈസ് വെരി എക്സൈറ്റഡ്. അപ്പോൾ 8-ാം വാക്യം ദൈവത്തിൻ്റെ വിളിയും ദൈവത്തിൻ്റെ കമ്മീഷനുമാണ്. അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. 9-ാമത്തെ വാക്യം, അപ്പോൾ അവൻ അരുളി ചെയ്തത്, നീ ചെന്ന്. അപ്പം കർത്താവിനോട് ചോദിക്കുക, ഞാൻ പോകാം, എന്നെ അയക്കണം. അല്ല, ഇതെല്ലാം കണ്ടപ്പോൾ എന്നാൽ ഞാൻ പോട്ടെ എന്നല്ല പറയുന്നത്. കർത്താവേ, ഞാനിതാ, അവിടുന്ന് എന്നെ അയച്ചെങ്കിൽ മാത്രമേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് എന്നെ അയക്കണമേ. കർത്താവ് അയക്കാതെ നമ്മൾ പോകാൻ പറ്റത്തില്ല. He waited the Lord to send and commission. കർത്താവാണ് പോ. പക്ഷേ അടുത്ത ചിന്തയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കും. 9 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുകയാണ്, നീ പോകും, ഈ മെസ്സേജ് പറയും, പക്ഷെ ആരും നിന്നെ വിശ്വസിക്കത്തില്ല.
നോക്കിക്കേ, 9, 10 വാക്യം ഒന്ന് വേഗം ഒന്ന് വായിച്ചേ. ദ അൺവില്ലിങ്നെസ് ഓഫ് മാൻ. യെസ്, 9 and 10. അപ്പോൾ അവൻ അരുളി ചെയ്തത്, നീ ചെന്ന് ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നില്ലേ? ഇത് ഞാനിപ്പോൾ കൊണ്ട് ചെന്ന് പറയുമ്പോൾ എല്ലാവരും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനടുക്കെ വരും എന്നൊക്കെ പുള്ളി ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ കർത്താവ് പറയും, ഒരെണ്ണം പോലും വരാൻ പോകുന്നില്ല. നീ ഇത് പറയും, പക്ഷേ ഇവരുടെ ഹൃദയം തടിച്ചിരിക്കുക. ദ ഹാർട്ട് ഹാസ് ബിക്കം ഫാറ്റ്. ഇന്ത്യയിൽ ഒരു ചൊല്ലുണ്ട്, ഇന്ത്യയിൽ ഇരിക്കുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഹൃദയമേ ചർബി ഹേ എന്നാണ്, കൊഴുപ്പ് നിറഞ്ഞിരിക്കുക. എന്നാലേ യെശയ്യാവ് ചെന്നിട്ട് ഭൗമികമായിരിക്കുന്ന ഒരു ദൂത് പറഞ്ഞാലോ, 6-ാം മാസം 3-ാം തീയതി നിൻ്റെ പേപ്പർ നീങ്ങുന്നുണ്ട്, നീ ഖത്തറിൽ നിന്ന് അയർലൻഡിലോട്ട് പോകുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്, ഇപ്പോഴുള്ള വീട് അത് അടച്ചിട്ടിരിക്കുന്നത് കാണുന്നു. ഓ, അത് കയറും, അതകത്ത് പോവും, അതിനൊരു തടസ്സമില്ല പോകാൻ. പക്ഷേ യെശയ്യാവിൻ്റെ മെസ്സേജ് എന്താ ഇൻട്രസ്റ്റ് ഇല്ലാത്തതെന്നറിയോ? കാരണം പുള്ളി വന്ന് പറയാൻ പോകുന്നത് എന്തറിയോ? വിശുദ്ധിയുടെ ദൂത്. ദൈവം പരിശുദ്ധനാണെന്ന് പറയും, മാനസാന്തരപ്പെടാൻ പറയും, പാപത്തെക്കുറിച്ച് പറയും, പാപപരിഹാരത്തെക്കുറിച്ച് പറയും, യേശുവിനെ കുറിച്ച് പറയും. അത് വേണ്ട. സ്തോത്രം. അന്നത്തെ കള്ളപ്രവാചകന്മാർ പറയുന്ന ദൂതുകളും പ്രസംഗവും ഒക്കെ ഭയങ്കര ഹിറ്റാ. മാനസാന്തരത്തിൻ്റെ ദൂതോ വേണ്ട. എന്താ കാര്യം? ചെവിയുടെ പ്രശ്നമല്ല ഇത്, കണ്ണിൻ്റെയും പ്രശ്നമല്ല ഇത്. പ്രശ്നം ഹൃദയത്തിൻ്റെതാ. ദ ഹാർഡ്നെസ് ഓഫ് ഹാർട്ട്. ഇത് സുവിശേഷത്തിൽ യേശു പറയുന്നുണ്ട്. ആ വിത്തുകളുടെ ഉപമ പറയുമ്പോൾ അല്ലേ, 4 നിലത്തെ ഉപമ പറയുമ്പോഴും പറയുന്നുണ്ട് അവിടെ കാര്യം. എന്തുകൊണ്ടാണ് ഫലം കായ്ക്കാത്തത്? ബിക്കോസ് ഓഫ് ദി ഹാർഡ്നെസ് ഓഫ് ഹാർട്ട്. അതുകൊണ്ടാണ് യേശു ഉപമ പറഞ്ഞു തുടങ്ങിയത് പോലും. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് യേശു ഉപമ പറഞ്ഞത് ആൾക്കാർക്ക് ഇച്ചിരൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അല്ല, മത്തായി 13 ശരിക്കും വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് യേശു ഉപമ പറഞ്ഞത് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതൊരു ഗ്രഹിക്കരുത്. അതായത് വിത്തും നിലവും എന്നൊക്കെ മനസ്സിലാകും, പക്ഷെ ഇതിൻ്റെ അകത്തുള്ള കാര്യം മനസ്സിലാവത്തില്ല. എന്താ കാര്യം? വിൽഫുള്ളി റിജക്റ്റിങ് ഇറ്റ്. എന്നാൽ ഈ മനുഷ്യൻ്റെ ആ ഹൃദയം ഒന്ന് നോക്കിക്കേ. ഞാനിത് വായിച്ചപ്പോൾ ഒരു പാസ്റ്ററിന് വേണ്ട ഒരു ഹൃദയമാണത്. നോക്കിക്കേ, 11-ാമത്തെ വാക്യം, കർത്താവേ എത്രത്തോളം. നോക്കിക്കേ, ആ യേശയ്യാവിൻ്റെ ഹൃദയം കണ്ടോ? അല്ല, പുള്ളി പറയില്ല ഞാൻ രക്ഷപ്പെട്ടു, എൻ്റെ കുടുംബം രക്ഷപ്പെട്ടു, നിങ്ങളൊക്കെ എവിടെയെങ്കിലൊക്കെ നരകത്തിൽ പോവും എന്നൊന്നുമല്ല. കർത്താവേ ഇതെത്രത്തോളം, ഇങ്ങനെ പോവല് കർത്താവേ, ഇങ്ങനെ തടിച്ചിരിക്കുന്ന അനുഭവത്തിലേക്ക് ഇവരെത്രത്തോളം പോകും? അവിടെയാണ് എൻ്റെ മെസ്സേജിൻ്റെ അവസാനത്തിലേക്ക് നാം വരുന്നത്. 11 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങളിൽ they will come, God will bring them to the end of their rope എന്ന് പറഞ്ഞാൽ ഇവരുടെ കഠിന ഹൃദയമുണ്ടല്ലോ, ന്യായവിധി ജഡ്ജ്മെൻറ്റിൽ കൂടെയാണ് ദൈവം ഇതിനെ നിർത്താൻ പോകുന്നത്. They will come to the end of their rope. അവർ ആശ്രയിച്ചിരിക്കുന്ന, അവർ പ്രത്യാശ വച്ചിരിക്കുന്ന, അവർ ട്രസ്റ്റഡ് ആയിരിക്കുന്ന അതെല്ലാം അവരിൽ നിന്ന് എടുത്തു കളയും ഞാൻ. They will have nothing. And then they will come to me and receive salvation. അവിടെയും എല്ലാവരും ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ശേഷിപ്പുണ്ട്, അവർ മാത്രമേ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ പോകത്തുള്ളൂ. അപ്പോൾ ദൈവം എന്താ എടുത്തു കളയാൻ പോകുന്നത്? ഒരു 5 മിനിറ്റും കൂടെ എനിക്കൊന്ന് തരണേ. എന്താണ് ദൈവം ഇവിടെ ഇവരിൽ നിന്ന് എടുത്തു കളയാൻ പോകുന്നത്? നോക്കിക്കേ, എന്തുകൊണ്ടാണ് ഇവർ മെസ്സേജ് റിസീവ് ചെയ്യാത്തത്? എന്താണ് ഇവരുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന ആ ഹൃദയത്തെ കഠിനപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താ? 2-ാം അധ്യായത്തിൻ്റെ 6 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളിൽ ഒരു പ്രത്യേക വേർഡ് നമുക്കവിടെ കാണാൻ കഴിയും. 2-ന്റെ 6 തൊട്ട് ഉള്ള വാക്യത്തിൽ നമുക്ക് 6-ാം വാക്യത്തിൽ നോക്കിക്കേ. 6-ാം വാക്യം ഒന്ന് വായിക്കാമോ? 6-ാം വാക്യം 2-ന്റെ 6.
എന്നാൽ നീ യാക്കോബ് ഗൃഹമായ നിന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവർ പൂർവ്വദേശക്കാരുടെ മര്യാദകളാൽ നിറഞ്ഞും ഫിലിസ്തീനെ പോലെ പ്രശ്നക്കാരായും അന്യജാതിക്കാരോട് സഖ്യതയുള്ളവരായിരിക്കുന്നു. അവിടെ ദേ ആർ ലിസ്ണിംഗ് ടു ദ വേൾഡ്. ലോകത്തിന്റെ കാര്യമാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്, ദൈവത്തിന്റെ വചനമല്ല. ലോകം, ദേ വോണ്ട് ടു ഹിയർ വാട്ട് ദ വേൾഡ് ഇസ് സെയിങ്. അവിടെ ഇംഗ്ലീഷ് കൊടുക്കുന്നത് ദേ ആർ ഫിൽഡ് വിത്ത് ദ ഇൻഫ്ലുവൻസസ് ഫ്രം ദ ഈസ്റ്റ്. അവരുടെ ഹൃദയം മൊത്തം നിറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ലോകത്തിൻ്റെ കാര്യം കൊണ്ട് നിറഞ്ഞിരിക്കുക, ലോകമാണ്. അതുകൊണ്ട് ദൈവശബ്ദം കയറുന്നില്ല. അടുത്തത് അതിൻ്റെ മുമ്പോട്ട് വായിക്കുമ്പോൾ കുതിരകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അടുത്തത് 7-ാം വാക്യത്തിലൊക്കെ കാണാം, വെള്ളിയും പൊന്നും നിറഞ്ഞിരിക്കുന്നു. പൊസഷൻസ്, നല്ല ജോലി, ഭദ്രതയുള്ള ജോലി, പൊസഷൻസ്. ആൻഡ് ഹോഴ്സസ്, ദ സ്ട്രെങ്ത്, അവരുടെ ബലത്തിൽ അവർ ആശ്രയിക്കുന്നു, അവരുടെ സമ്പത്തിൽ, പൊസഷൻസിൽ അവർ ആശ്രയിക്കുന്നു. പിന്നെ ലോകത്തിൽ നിന്നുള്ളത് അവർ ആശ്രയിക്കുന്നു. ദേ ആർ ഫിൽഡ് വിത്ത് ഓൾ ദീസ് തിങ്സ്. ഇതെല്ലാം നിറഞ്ഞിരിക്കുമ്പോൾ എങ്ങനെ ദൈവശബ്ദം അകത്ത് ചെല്ലുന്നത്? സുവിശേഷത്തിൻ്റെ വാക്യം എങ്ങനെ, വചനം എങ്ങനെയാണ് ചെല്ലുന്നത്? അടുത്തത് 11-ാമത്തെ വാക്യം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദേ ആർ പ്രൗഡ്. 11-ാമത് മനുഷ്യൻ്റെ നെകളിച്ച കണ്ണ് താഴും. നെഗളം, ദ പ്രൈഡ് ഓഫ് ലൈഫ്. നെഗളവും ലോകത്തിൻ്റെ ഇൻഫ്ലുവൻസസും പൊസഷൻസും പാപം നിറഞ്ഞിരിക്കും. 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. ഇതെല്ലാം നിറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഫോൾസ് സ്പിരിച്വാലിറ്റി ഉണ്ട്. ഭാഗ്യമായിരിക്കുന്ന ഔട്ട്വേർഡ് സ്പിരിച്വാലിറ്റി വെച്ചുകൊണ്ടിരിക്കുക. ഹൗ ദേ ക്യാൻ എൻകൗണ്ടർ ദ ഗോസ്പൽ. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നോക്കിക്കേ, 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 6-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ യെശയ്യാവ് ചോദിക്കും, എത്രത്തോളം എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് എന്താ പറയുന്നത് നോക്കിക്കേ. കർത്താവ് എത്രത്തോളം എന്ന് ഞാൻ ചോദിച്ചവൻ, പട്ടണങ്ങൾ ഇല്ലാതെയും വീടുകൾ വാക്കൊന്ന് വീടുകൾ ആളില്ലാതെയും ശൂന്യമായി ദേശം തീരെ പാഴായി പോവുകയും. ദേശം തീർന്ന് അത് God is going to burn completely. He is going to burn completely. അതായത് ഒരു വനം എടുത്താൽ നിറഞ്ഞിരിക്കുന്ന സകലത്തെയും ദൈവം അത് കത്തിച്ചു കളയും. He is going to burn it. പക്ഷേ ഇതൊരു ഭയങ്കര ന്യായവിധിയാണല്ലോ. He is going to burn completely. എന്നാൽ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, അതിൽ ഒരു ദശാംശം എങ്കിലും ശേഷിച്ചാൽ അത് വീണ്ടും നാശത്തിന് ഇരയായിത്തീരുമെന്ന് കർത്താവ് വീണ്ടും പറയും. എങ്കിലും മരവും കരുവേലവും വെട്ടിയിട്ടാൽ അവയുടെ കുറ്റി ശേഷിച്ചിരിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും. ഓക്കെ, ഇറ്റ്സ് എ ഹോപ്പ്ഫുൾ വേർഡ്. മുഴുവനും ഗോഡ് ഈസ് ഗോയിങ് ടു ബേൺ ആൻഡ് ബ്രിങ് ഇൻ ടു ഫയർ. പക്ഷേ അതിലൊരു ശേഷിപ്പ്, ഒരു കുറ്റി. ഇത് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഈ കുറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അത് 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. 11-ന്റെ 1 ദാവീദിൻ്റെ ഗ്രഹത്തിൽ നിന്ന് വരുന്ന ആ കുറ്റിയായ യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. അപ്പോൾ തന്നെ യെശയ്യാവേ, ഈ ജനം പ്രവാസത്തിലേക്ക് പോകും. പ്രവാസത്തിലേക്ക് പോയി ആ ന്യായവിധിയുടെ ബേണിങ് കഴിഞ്ഞിട്ട് വരുന്ന ചെറിയ ഒരു സമൂഹമുണ്ട്, ഒരു ശേഷിപ്പുണ്ട്. They will heed your message. അവർ നിന്റെ ശബ്ദം, ഈ സുവിശേഷത്തെ കേൾക്കും. അവർ ശുദ്ധീകരണം പ്രാപിക്കും. അവരെ I am going to separate as a remnant എന്ന് പറഞ്ഞാലേ, യെശയ്യാവേ, നിന്റെ ശുശ്രൂഷ ഉണ്ടല്ലോ, ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദ വേൾഡ്ലി സക്സസ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫെയ്ത്ത്ഫുൾനെസ്. നീ വിശ്വസ്തനായി നിൽക്കുമോ? ആൾക്കാർ കൂടുതലായി വരുന്നതിലല്ല നിന്റെ ശുശ്രൂഷ വന്നാലും വന്നില്ലെങ്കിലും I will be faithful to the Lord and to his message. What is the solution? എന്താണ് സൊല്യൂഷൻ? പരിഹാരം നമ്മളിലല്ല, പരിഹാരം കർത്താവിലാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇന്ന് രാത്രിയിൽ മാനസാന്തരപ്പെട്ട് നമ്മുടെ ഔട്ട്വേർഡായിരിക്കുന്ന സ്പിരിച്വാലിറ്റികളെല്ലാം പുറത്ത് കളഞ്ഞ്, അതിലൊന്നും ഒരു കാര്യമില്ല പ്രിയരെ, അതിലൊന്നും നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ല. അതെല്ലാം പുറംചട്ടയുള്ള എല്ലാം വലിച്ചൂരിക്കളഞ്ഞിട്ട്
മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ അടുക്കൽ വന്നാൽ ഹീ വിൽ ബ്രിങ് ദ റീസ്റ്റോറേഷൻ, ഹീ വിൽ ബ്രിങ് ദ റിവൈവൽ. താൻ ഉണർവ് കൊണ്ടുവരും. അതിന് നാം ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. തടിച്ച ഹൃദയം, കർത്താവെ അതിനെ ശുദ്ധീകരിക്കണേ, നാവിനെ ശുദ്ധീകരിക്കണേ, എൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കണമേ, ഐ എം കമ്മിങ് ടു യു ലോർഡ്, ഹെൽപ്പ് മീ എന്ന് പറഞ്ഞ് മാനസാന്തരപ്പെട്ട് പൂർണ്ണമായി ദൈവത്തിലേക്ക് തിരിയുന്ന ഒരു അനുഭവത്തിലേക്ക് ഇന്ന് രാത്രികാലം കർത്താവ് നമ്മളെ കൊണ്ടുവരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു സോ മച്ച്.